ആനന്ദ ചിന്മയനാം സദ്ഗുരുപാദം നിത്യം നമിക്കുന്നു ഞാൻ. ആനന്ദ ചിന്മയനാം സദ്ഗുരുപാദം നിത്യം നമിക്കുന്നു ഞാൻ. ബ്രഹ്മശ്രീ ശുഭാനന്ദ സ്വാമി സദ്ഗുരുപാദം നിത്യം വണങ്ങിടുന്നേ ചിത്തം തെളിഞ്ഞുമീവാൻ. ബ്രഹ്മശ്രീ ശുഭാനന്ദ സ്വാമി സദ്ഗുരുപാദം നിത്യം വണങ്ങിടുന്നേ ചിത്തം തെളിഞ്ഞുമേവാൻ. ആനന്ദ ചിന്മയനാം സദ്ഗുരുപാദം നിത്യം അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അകതാരിലുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. അകതാരിലുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അകതാരിലുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. അകതാരിലുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. ആപത്തു തീർത്തു തന്ന 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 ഗുരുനാഥ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. ആപത്തു തീർത്തു തന്ന ഗുരുനാഥ നമസ്കാരം. ആപത്തു തീർത്തു തന്ന ഗുരുനാഥ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അകതാരിലുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. അകതാരിലുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. ഉന്നതനാകുന്ന സർവശക്തിയുടെ ഉന്നതമായ കാരുണ്യത്താൽ നമ്മുടെ ഈ യുവജന സ്തുതി ഇത്രയും സന്താനങ്ങൾ ഏകോപിച്ച് ഇത്ര മഹനീയമാം വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണുള്ളവർക്ക് കാണുവാൻ, കാതുള്ളവർക്ക് കേൾക്കുവാൻ, ഹൃദയമുള്ളവർക്ക് അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ ഇതെല്ലാം ഇവിടെ ഒരുക്കി നിലനിർത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരത്തെ നമ്മുടെ പ്രദക്ഷിണ സമയത്ത് ആശ്രമം നിറയെ ആളുണ്ടായിരുന്നു. അപ്പോൾ വെളിയിൽ നടക്കുന്ന പ്രദക്ഷിണം 3 ലൈനായിട്ട് പോയിട്ടും തമ്മിൽ മുട്ടുമെന്ന സ്ഥിതിയിലായിരുന്നു പ്രദക്ഷിണം നടന്നത്. ഇത്രത്തോളം സന്താനങ്ങൾ ഏകോപിച്ചുകൊണ്ട് ഈ വിധത്തിൽ ഇത് നടത്തുവാൻ അനുഗ്രഹിച്ച കരുണാനിധിയെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തിൻ്റെ കാരുണ്യമാണ് സർവ്വതും എന്ന് ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്.
ആ കാരുണ്യം നിലനിർത്തുവാനാണ് ജീവിക്കേണ്ടത് എന്ന് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ ഞാൻ അറിയിച്ചു. എപ്പോഴും അതിനുള്ള ഒരുക്കമായിരിക്കണം നമ്മുടെ ജീവിതം, ആ മഹാകാരുണ്യത്തെ അനുഭവിക്കുവാനുള്ള. എങ്കിലേ നമുക്ക് ഉന്നതമായ മഹാഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ പറ്റുകയുള്ളൂ. കാരുണ്യമില്ലാതെ ഒന്നും നമുക്ക് സ്ഥിരമായി നിലനിൽക്കുകയില്ല. നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ദൈവം നിയമിച്ച് ദൈവം നടത്തുന്നത് കൊണ്ടാണ് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വന്നാലും ഇതിൻ്റെ ഉന്നതമായ ആനന്ദാവസ്ഥയിലേക്ക് ആത്മലോകത്തിന് ചേരുവാൻ കഴിയുന്നു. എല്ലാവരും വിചാരിക്കും അവരവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്. അങ്ങനെയാണ് ലോകത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ് തെറ്റായിരിക്കുമെന്ന് കരുതുന്നവർ വളരെ കുറവാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് വീണ്ടും ചിന്തിക്കുന്നവർ, പുനർചിന്തനം ചെയ്യുന്നവർ വളരെ കുറവാണ്. എല്ലാവരും ചെയ്യുന്നത് ശരിയാണ്. തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അത് കുഴപ്പമാകും. അങ്ങനെയുള്ളവരുടെ മുന്നിൽ തെറ്റ് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്കത് വലിയ വിഷമവും വലിയ വൈരാഗ്യവും ഒക്കെ ആവും. എന്നാൽ തെറ്റില്ലാത്ത ജീവിതം ചെയ്യുവാനാണ് ഗുരുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഗുരു ആരെന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് തെറ്റുകൾ ഒതുക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഗുരു എന്നാൽ എന്താ? ഗുരു എന്നാൽ എന്താണ്? ഗുരു തന്നെ സൃഷ്ടിക്കാതെയും സർവ സൃഷ്ടികൾക്കുള്ളിൽ ഉള്ളതും ഗുരു തന്നെ ഗുരു തന്നെ സൃഷ്ടിജാലങ്ങളായതും ബഹുമർത്യവേഷമെടുത്തതും സൃഷ്ടിജാലങ്ങളായതും ബഹുമർത്യവേഷമെടുത്തതും ഇപ്പൊ ഗുരുവിനെ കുറിച്ച് ഇതിനപ്പുറമായി ഒരു നിർവചനം പറയുവാനില്ല. ഇതിനേക്കാൾ ലളിതമാക്കാനും കഴിയില്ല. സർവത്തിലും നിറഞ്ഞു വാഴുന്ന ആ സർവജ്ഞാന രൂപമാണ് ഗുരു. സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നതും സൃഷ്ടിയായി നിൽക്കുന്നതും സൃഷ്ടികളിലെല്ലാം അധിവസിക്കുന്നതും മർത്യജന്മമായി നിവസിക്കുന്നതും ഗുരുവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഗുരു ഒരു മർത്യാകാരം കൊണ്ട് ലോകത്തിൽ വന്നു നിന്ന് ഈ സത്യത്തെ തെളിയിക്കുമ്പോൾ ഏത് വിധത്തിൽ നമ്മൾ ആചരിച്ചാൽ, ഏത് വിധത്തിൽ ആരാധിച്ചാൽ, ഏത് വിധത്തിൽ ആശ്രയിച്ചാൽ മതിയാകും? നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഏകനായി ചിന്തിച്ച് താൻ തന്നെ അറിഞ്ഞ അറിവിൽ നിന്ന് സർവ്വതും ഉളവാക്കി ഈ ലോകത്തിൽ വന്നു നിന്നുകൊണ്ട് താൻ തന്നെ സർവ്വതും തെളിയിക്കുന്ന ഈ അവസ്ഥ, ഇതൊരു മഹാഭാഗ്യമാണ്. അതിൻ്റെ വില അറിയുന്നവർക്ക് ഇത് മഹാഭാഗ്യമാണ്. ആണോ? ഇത് മഹാഭാഗ്യമാണെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഏത് വിധത്തിൽ ജീവിച്ചാൽ മതിയാകും? അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കണോ, ഗുരുവിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണോ? ഗുരുവിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളെല്ലാം ആ ഇഷ്ടമുള്ളതാണോ? നിങ്ങൾ പറയുന്നതെല്ലാം ഗുരുവിന് ഇഷ്ടമുള്ളതാണോ? നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം ഗുരുവിന് ഇഷ്ടമുള്ളതാണോ? ഇത് ഇപ്പോൾ ഞാനിത് ചോദിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമല്ല.
നിങ്ങളുടെ ജീവിതത്തിൽ അനുനിമിഷവും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അനുനിമിഷവും പ്രാർത്ഥിക്കുമ്പോഴല്ല, രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ചിന്തിക്കുന്ന കാര്യമല്ല. അനുനിമിഷവും ഇത് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ തിരുവിഷ്ടപ്രകാരം ജീവിക്കുവാൻ കഴിയൂ. ഓരോന്നിലും ഉള്ളടക്കമായി നിൽക്കുന്ന അറിവെന്ന ഗുരുവിനെ തിരിച്ചറിയുവാൻ കഴിവുണ്ടായാൽ പിന്നെ നമ്മൾ അനാവശ്യമായി ഒന്നും ചിന്തിക്കുകയില്ല. ആരോടും നമുക്ക് സ്നേഹവും ബഹുമാനവും മാത്രമേ ഉണ്ടാകുള്ളൂ. എന്തുകൊണ്ട്? എന്നിലും നിന്നിലും ഇരിക്കുന്ന ഒരേ വസ്തുവാണെന്ന തിരിച്ചറിവാണ് ആ വിധത്തിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ തിരിച്ചറിവ് ഉണ്ടാകുവാൻ വേണ്ടിയാണ് നമ്മുടെ നിയമങ്ങളെല്ലാം ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിയമങ്ങൾ പലതും പല ആളുകളും അതിനെ അനുസരിക്കുന്നതിൻ്റെ വ്യവസ്ഥകളൊക്കെ പറയുന്നത് കേട്ടാൽ വളരെ ഏറെ മനക്ലേശം ഉണ്ടാകുന്ന രീതിയിലാണ്. കാരണം പലപ്പോഴും അത് പൂർണ്ണതയിൽ എത്തിക്കുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് അവകാശപ്പെടുകയാണ്. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. സർവത്തിലും വാഴുന്ന ഗുരുവാണ് എൻ്റെ ഗുരു എന്ന ബോധമുണ്ടെങ്കിൽ ഒരു കർമ്മങ്ങളും നമ്മൾ ഗുരുവിന് ഹിതമല്ലാത്ത ഒരു കർമ്മങ്ങളും നമ്മൾ ചെയ്യുകയില്ല. ഗുരുവിന് ഹിതമല്ലാത്ത കർമ്മം ചെയ്താൽ എന്താണ് ഉണ്ടാകുന്നത്? എന്തുണ്ടാകും? വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, ഇങ്ങനെ അങ്ങ് പോകാം അല്ലേ? നിങ്ങളാരും ചെന്ന് അമ്പൂറ്റിയോട് പറയാതിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ലേ? പലരുടെയും ചിന്ത അതാണ്. അമ്പൂറ്റിയോട് എന്ന് പറയാതിരുന്നാൽ മതി, ഈ തെറ്റൊക്കെ അങ്ങ് നടന്നു പൊക്കോളും. അങ്ങനെയാണോ? എല്ലാം കാണാൻ കണ്ടുണ്ട്, എല്ലാം അറിവാൻ എല്ലാം കാണാൻ കണ്ടുണ്ട്, ചില പോരായ്മകളൊക്കെ ചെയ്തിട്ട് ചില വ്യക്തികൾ എന്നെ മുന്നിൽ വരുമ്പോൾ ഇങ്ങനെ മുഖത്തോട്ട് നോക്കി ദക്ഷിണ ഇങ്ങനെ തന്നിട്ട് എൻ്റെ ചിരിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കി അവരങ്ങ് ചിരിക്കും. ഇല്ല, ചെയ്തത് ഞാൻ അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നുള്ള പരിശോധനയാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഞാനോ ചിരിച്ചുകൊണ്ടങ്ങിരിക്കും. അവൻ ചെയ്യുന്ന കർമ്മദോഷത്തിൻ്റെ ഫലം അവൻ അനുഭവിക്കും, അതിന് യാതൊരു തർക്കവുമില്ല. നീ കർമ്മദോഷത്തിൽ പോകാതിരിക്കുവാനാണ് ചെയ്യരുതാത്തത് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അരനിമിഷം പോലും അരുതാത്തതിലേക്ക് ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നത് ഒന്നും ചെയ്യരുത്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യരുതെന്ന് പറഞ്ഞത്? എന്തൊക്കെയാണ് ചെയ്യരുതെന്ന് പ്രധാനമായി പറഞ്ഞത്? കുറച്ച് പറയൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞോ? ഇനി അതുപോലെ പറയാം. മദ്യപാനം, വ്യഭിചാരം, പരദ്രോഹം, ഹിംസ, വിഗ്രഹാരാധന, ഇത് 5 ചെയ്യുന്നവരെന്ന് കൈവയ്ക്കുകയെ. ആ കൂട്ടത്തിലും ഉണ്ട് പൊക്കാൻ ആള്. ഇത്ര വ്യക്തമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുക. ഇന്ന് വിചാരിച്ച് കൈ പൊക്കാത്തവരങ്ങ് മിടുക്കന്മാരാണോ? അവർ ബുദ്ധിയോടുകൂടി ഇരിക്കുന്നതുകൊണ്ടാണ് പലരും പൊക്കാത്തത് അല്ലേ? ഇത് 5 അല്പാൽപമൊക്കെ ചെയ്യുന്നവരാ എല്ലാവരും. അല്ലെന്ന് അവകാശപ്പെടാൻ പറ്റുമോ? കുപ്പി കിട്ടുന്ന മദ്യം കുടിക്കുന്നില്ലെന്നേ ഉള്ളൂ. മദ്യം കുടിച്ചാലുണ്ടാകുന്ന കുഴപ്പം പലർക്കും ഉണ്ട്. എന്താ മദ്യം കുടിച്ചാലുള്ള കുഴപ്പം? ബോധം കെടുക, ബോധക്കേട് പ്രവർത്തിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്?
അവർ മദ്യപിച്ചു എന്ന് തന്നെയാണ്. മദ്യം വിഷമാണ്. വിഷമയമായ ചിന്തകൾ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് ബോധക്കേടുണ്ടാകുന്നത്. അപ്പം ആ മദ്യം കുടിക്കുന്നത് പോലെ തന്നെ ദോഷമാണ് ദോഷമായ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോഴാണ് ഈ ബോധം മറവായി പോകുന്നത്. ബോധം മറവാകുമ്പോൾ പിന്നെ അമ്മയാണോ അച്ഛനാണോ സഹോദരങ്ങളാണോ അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണോ ഇതൊന്നും ബോധമില്ല. കഴിഞ്ഞ ആഴ്ച ഒരു കേസ് ഇവിടെ വന്നു. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. കൊച്ചു കുഞ്ഞുങ്ങൾ കാലെ പിടിച്ചാണ് നിലത്തിടുന്നത് ദേഷ്യം വരുമ്പോഴേ. അതെന്തുവാണെന്നറിയത്തില്ല. അന്നേരം അമ്പൂറ്റി അടിയന് സഹിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും അർത്ഥമുണ്ടോ ആ ജീവിതം കൊണ്ട്? അപ്പം അവിടെ തുടങ്ങി പിന്നെ ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഈ ഒന്നൊഴിവാക്കിയാൽ ബാക്കിയെല്ലാം പതിയെ ഒഴിവാകും. അതാണ് അതിൻ്റെ വ്യവസ്ഥ. ആദ്യത്തേത് അങ്ങനെ തന്നെ ആദ്യം പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? ബോധമുണ്ടെങ്കിലേ ബാക്കിയുള്ളതെല്ലാം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് ക്ഷമ എന്ന് പറയുന്നത്. അതിനെ ആദ്യം പറഞ്ഞിരിക്കുകയാണ്. ക്ഷമിക്കുക, സഹിക്കുക, ഭയപ്പെടുക, അനുസരിക്കുക, ദൈവത്തിന് കീഴ്പ്പെടുക. ആദ്യം പറഞ്ഞിരിക്കുന്നത് ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിലേ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് ഈ മദ്യപാനം ഉപേക്ഷിച്ചെങ്കിലേ, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള കർമ്മങ്ങൾ ഉപേക്ഷിച്ചെങ്കിലേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നടപ്പാക്കി വിജയിക്കാൻ പറ്റുകയുള്ളൂ. ഈ ബോധം കിട്ടുകഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതൊക്കെ വിചാരിക്കും. പരസ്ത്രീകളോടോ പരപുരുഷന്മാരോടോ ഇടപെടുന്നത് മാത്രമല്ല വ്യഭിചാരം. നമുക്ക് അർഹതയില്ലാത്തതൊക്കെ സ്വീകരിച്ചാൽ അതൊക്കെ വ്യഭിചാരമാണ്. അർഹതയുള്ളതിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഉന്നതമായ ചിന്തകൾ നിലനിർത്തണമെങ്കിൽ ബോധമുണ്ടാകണം. ബോധമില്ലാത്ത ഒരാളിന് അത് ഉണ്ടാവുകയില്ല. ഉണ്ടാവുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും കാണുന്നതൊക്കെ വേണമെന്നും അതെല്ലാം എനിക്കും അവകാശപ്പെട്ടതാണെന്നും ഒക്കെ ചിന്തിച്ചാണ് ഓരോരുത്തരും ഓരോന്നിനെയും പുറകെ പോകുന്നത്. ബോധമുള്ളവർ അങ്ങനെ ചിന്തിക്കുകയില്ല. ഒരാൾ കൊണ്ടുവന്ന് വെറുതെ കൈ കൊടുത്താലും ഇത് എനിക്ക് ഉപയോഗിക്കാൻ അർഹതയില്ലാത്തതാണ്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരികെ കൊടുക്കും, അല്ലെങ്കിൽ വാങ്ങിക്കാതിരിക്കും. ബോധം കെട്ടവരാണെങ്കിൽ എന്ത് കിട്ടിയാലും കൊണ്ടുവന്ന് കൂട്ടിവെക്കും. അവർക്ക് ഉപയോഗിക്കാവുന്നതിനപ്പുറം കിട്ടിയാലും ശരി അത് കൊണ്ടുവന്ന് കൂട്ടിവെക്കും. കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വലിയ ദൂര സ്ഥലത്തു നിന്നൊക്കെ വലിയ വലിയ വാഹനങ്ങളിൽ ഒരുപാട് നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവന്ന്, അപ്പോൾ ഓരോ കമ്പനിക്കാരും ഓരോ ട്രസ്റ്റുകാരും ഒക്കെ കയറ്റി വിടുന്നതാണ്. ഇവിടെ കൊണ്ടുവന്ന് അത് വിനിയോഗിക്കുക എന്നുള്ളത് കൊണ്ടുവരുന്നതുകൊണ്ട് ചുമതല, അല്ലാതെ അവന് വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊന്നും വരുന്നില്ലല്ലോ. അവരിങ്ങോട്ട് വരുമ്പോൾ വഴിയെ കാണുന്നവർക്ക് നിങ്ങൾക്ക് ബക്കറ്റ് വേണോ, കൈലി വേണോ, തോർത്ത് വേണോ, ഇവരം കൊടുക്കുക, വാരിയും കൊടുക്കുക, ഒരെണ്ണം ചോദിക്കുന്നതിന് 9 എണ്ണം കൊടുക്കുക. ഇതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവെക്കുക. അവർ വെള്ളം കയറിയവരുമല്ല, യാതൊരു ദുരിതവും അറിഞ്ഞവരുമല്ല, അവരായി വഴിയെ പോകുന്നത്. കാരണം ദുരിതം കയറി അനുഭവിക്കുന്നവരല്ല എവിടെങ്കിലുമൊക്കെ ഒതുങ്ങി കഴിയുക. അല്ല, വഴിയെ കാണുന്നവരല്ല ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത് അർഹതയില്ലാത്ത മുതലാണ്. യാതൊരു വിധത്തിലും അത് അനുഭവിക്കാൻ അർഹതയില്ല. അത് അനുഭവിക്കുമ്പോൾ പലവിധ ദുരിതങ്ങൾ നമുക്കതിൻ്റെ പുറകെ വരും. അതതിൻ്റെ വ്യവസ്ഥയാണ്. ആർക്കും അത് തടയാൻ പറ്റുകയില്ല. അതിന് ആ ചിന്തകളിലേക്ക് എത്തിക്കാൻ തക്ക വിധത്തിലുള്ള അനേകം ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകൾ നമ്മുടെ പുരാണങ്ങളിലും അതുപോലെ വലിയ വലിയ മഹർഷിമാരും പ്രാസംഗികന്മാരും ഒക്കെ പറഞ്ഞ അനേകം കഥകൾ ലോകത്തിൽ പ്രചാരം നേടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. പക്ഷെ കഥയൊക്കെ കേൾക്കുന്നതിന് വലിയ സന്തോഷമാണ്. പക്ഷെ അവരവരുടെ കാര്യം വരുമ്പോൾ തരംതിരിച്ച് ഓരോന്നും കൈക്കലാക്കുക എന്നുള്ളതാണ്. ഇവിടെ തന്നെ ചില സാധനങ്ങളൊക്കെ വിതരണം ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ചില നിറമുള്ളത് വേണം, ചില ആളുകൾക്ക് വലിപ്പമുള്ളത് വേണം. അതിങ്ങനെ കാത്തു നിന്ന് അതൊക്കെ ഇങ്ങനെ സ്വീകരിക്കുന്ന ചില രീതികളുണ്ട്. അതൊന്നും അർഹതയുടെ അംഗീകാരങ്ങളല്ല. അതൊക്കെ വളരെയേറെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. പല കാര്യങ്ങളും അങ്ങനെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ആലോചിക്കണം. നിങ്ങൾ ആഹരിക്കുന്നതും നിങ്ങൾ ഉപയോഗിക്കുന്നതും ഇതെല്ലാം അർഹതയുള്ളതാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം.
ഇന്നലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോയ കൂട്ടത്തിൽ ഒരു ഭക്തൻ പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടെ മുറികളെല്ലാം അടച്ചിരിക്കുക, വെളിയിലാണ് കിടന്നത്. അപ്പോൾ രാവിലെ കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു എവിടെയാണ് കിടന്നത്? അപ്പോൾ ഇന്നടുത്താണ് കിടന്നത്. അയ്യോ ഇവിടെ അന്ന് കിടന്നു, കൊതുവൊക്കെ അല്ലയോ, ബുദ്ധിമുട്ടല്ലയോ? അന്നേരം ആ ഭക്തൻ പറഞ്ഞ മറുപടി അത് വളരെ സന്തോഷമുള്ളവാക്കി. ഞാൻ പോയ വീടിൻ്റെ അവസ്ഥ അനുസരിച്ച് ഇതിനേക്കാൾ കുറച്ചുകൂടി താഴെ കിടന്നാലും ദോഷമില്ല, കാരണം അത്രത്തോളം ദുരിതത്തിലും പ്രയാസത്തിലുമാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയ വീടിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങിയാലും ദോഷമില്ല. ഇതെത്ര പേര് ചിന്തിക്കും? എല്ലാവരും ചിന്തിക്കുന്നതല്ല, എല്ലാവർക്കും ആവിധ ചിന്തകൾ വരുത്തതുമില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ടവരാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ. ഉന്നതമായ ചിന്തകളാണ് നമ്മളെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർത്തുന്നത്. ആ ഉന്നതമായ ചിന്ത ഉണ്ടാകണമെങ്കിൽ ആ ചിന്തയ്ക്ക് അനുയോജ്യമായ വിധത്തിലായിരിക്കണം നമ്മുടെ എല്ലാ കർമ്മങ്ങളും. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്ന വസ്തുക്കൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നുണ്ട്. മനസ്സ് സൂക്ഷ്മാവസ്ഥയിൽ നിൽക്കുന്നു എന്ന് എല്ലാവരും പറയും. കാരണം മനസ്സിനെ പ്രത്യേകമായി കാണാൻ കിട്ടുന്ന ഒരു ഉപകരണമല്ല, പക്ഷെ അത് സ്ഥൂലമാണ്. ശരീരമുണ്ടെങ്കിലേ മനസ്സുള്ളൂ, ഇല്ലെങ്കിൽ മനസ്സില്ല. അതുകൊണ്ട് സ്ഥൂല വസ്തുക്കൾ മനസ്സിനെ പല വിധത്തിൽ സ്വാധീനിക്കും. അതുകൊണ്ടാണ് തണുപ്പ് വരുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് മനസ്സറിയുന്നു, ചൂട് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് മനസ്സറിയുന്നു, ചെറിയ ചെറിയ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് മനസ്സ് സന്തോഷിക്കുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും ആത്മാവിലേക്ക് ഇതൊന്നും യേശുകയില്ല. ആത്മാവ് സൂക്ഷ്മമാണ്. മനസ്സിൻ്റെ നിയന്ത്രണത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന സൂക്ഷ്മജ്ഞാനങ്ങളെ മാത്രമേ ആത്മാവ് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സെന്താണ്? സൂക്ഷ്മമാണോ സ്ഥൂലമാണോ? മനസ്സ് സൂക്ഷ്മമാണോ സ്ഥൂലമാണോ? കുറച്ച് പറ. ഒരിടത്ത് സൂക്ഷ്മമെന്നും ഒരിടത്ത് സ്ഥൂലമെന്നും. ഈ പറയുന്നെല്ലാം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇപ്പം ഞാൻ എന്തോ പറഞ്ഞ്? മനസ്സെന്താണെന്നാണ് പറഞ്ഞത്. മനസ്സ് സൂക്ഷ്മമാണ് എന്ന അഭിപ്രായമുള്ളവർ കൈവെക്കാം. സ്പീക്കറെല്ലാം ഓഫാണോ? ആരും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. കാത്തിട്, ആരും കാണണ്ട. മനസ്സ് സ്ഥൂലമാണെന്ന അഭിപ്രായമുള്ളവർ കൈവെക്കാം. ഇത് രണ്ടിലും പൊക്കാത്തവരൊന്ന് പൊക്കിയോ? എല്ലാവരും പൊക്കിയില്ലല്ലോ. ശരീരമില്ലെങ്കിൽ മനസ്സില്ല, ശരീരം ഉണ്ടെങ്കിലേ മനസ്സുള്ളൂ, അല്ലേ? എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ അല്ലെന്ന് ഒരാൾ ഇവിടെ നിന്നത് പറയുന്നത്. മനസ്സ് സൂക്ഷ്മം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതൊരു പ്രത്യേക ഉപകരണമായി നമുക്ക് എങ്ങും കാണാൻ കിട്ടാത്തത് കൊണ്ടാണ്, അല്ലേ? പഞ്ചഭൂതങ്ങൾ സ്ഥൂലമാണോ സൂക്ഷ്മമാണോ? സ്ഥൂലമാണോ സൂക്ഷ്മമാണോ? സ്ഥൂലമാണ്. എല്ലാ പഞ്ചഭൂതങ്ങളെയും നമുക്ക് കാണാൻ കിട്ടുമോ? വായുവിനെ കാണാൻ കഴിവുള്ള എത്ര പേര് കൂട്ടത്തിലുണ്ട്? ആരെങ്കിലുമുണ്ടോ? ആരുമില്ല. അഗ്നി ഒരു വസ്തുവിനോട് ബന്ധിക്കാതെ എവിടെങ്കിലും നിൽക്കുന്നതായിട്ട് കാണാൻ ആർക്കെങ്കിലും കഴിയുമോ? ഒരു വസ്തുവിലേക്ക് നമ്മൾ ബന്ധിപ്പിച്ചാൽ നമുക്കതിനെ കാണാൻ കഴിയും, ഇല്ലെങ്കിൽ കാണാൻ കഴിയുമോ? പക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു 10-20 ഫാൻ പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ചൂട്, അഗ്നി ഉള്ളത് കൊണ്ടാണ് ചൂടുണ്ടാകുന്നത്. പഞ്ചഭൂതങ്ങൾ 5 പ്രപഞ്ചത്തിൽ നിലനിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ മഞ്ഞ് തുടങ്ങും. അപ്പോൾ നമുക്ക് എന്ത് വരും? തണുപ്പ് വരും. അപ്പോൾ അഗ്നി കുറയും, പിന്നെന്ത് കൂടും? തണുപ്പ് കൂടും. ഇത് സ്ഥൂലമാണെങ്കിൽ എന്തുകൊണ്ടാണ് കാണാത്തത്?
അപ്പം എല്ലാ സ്ഥൂല വസ്തുക്കളെയും നമുക്ക് അതിൻ്റെ തനിരൂപത്തിൽ കാണുവാൻ നിർവാഹമില്ല. പക്ഷേ പലതും നമുക്ക് അനുഭവിക്കുവാൻ പറ്റും, അല്ലേ? തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയുവാനുള്ള അറിവാണ് മനുഷ്യൻ. അതുപോലെയാണ് ഈ സ്ഥൂലമായിരിക്കുന്ന മനസ്സും സൂക്ഷ്മമായിട്ടാണ് നിലകൊള്ളുന്നത്, കാണപ്പെടാത്തതായിട്ടാണ് നിലകൊള്ളുന്നത്. പക്ഷേ അതിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. മനസ്സിൻ്റെ വ്യാപാരങ്ങളാണ് നമ്മളെ പല കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ആ മനസ്സിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ നിലനിൽപ്പിനും ആവശ്യമായി വരുന്നത് ദേഹം സ്വീകരിക്കുന്ന വസ്തുക്കളാണ്. നമ്മൾ കണ്ണിലൂടെയും മൂക്കിലൂടെയും വായിലൂടെയും ചെവിയിലൂടെയും ത്വക്കിലൂടെയും എല്ലാം കൊടുക്കുന്നത് സ്വീകരിച്ചാണ് മനസ്സ് വളരുന്നത്. അതിനെ ശുദ്ധമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ശുദ്ധ ചിന്ത ഉണ്ടാവുകയില്ല. ശുദ്ധചിന്ത ചെയ്യാതെ മനസ്സ് അതിൻ്റെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ? മനസ്സിൻ്റെ പോലൊക്കെയാണ്. അപ്പോൾ നമ്മൾ വ്രതമെടുക്കുമ്പോൾ ചില ആഹാരങ്ങൾ കഴിക്കരുത് എന്ന് പറയും. എന്തിനു വേണ്ടിയാണ്? ആ ആഹാരങ്ങൾ മനസ്സിനെ ആവശ്യമില്ലാത്തതിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് കൊണ്ടാണ്. കാരണം അതിന് കുറച്ച് കടുപ്പം കൂടുതലാണ്. അത് ആവശ്യമില്ലാത്തതിലേക്ക് മനസ്സിനെ കൊണ്ടുപോകും, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാക്കും. നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ നിലനിർത്തണമെങ്കിൽ ആഹാരവും വസ്ത്രവും പാർപ്പിടവും നമ്മൾ സഹകരിക്കുന്ന ഇടങ്ങളും സാഹചര്യങ്ങളും എല്ലാം എപ്പോഴും ശുദ്ധമായെങ്കിലേ പറ്റുകയുള്ളൂ. ആദ്യം നമ്മൾ ബാഹ്യമായ ആ ശുദ്ധതയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനം നേടണം. അതിനുവേണ്ടിയാണ് വ്രതം തന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ ആത്മശുദ്ധിയാണോ ചെയ്യുന്നത്, കുടുംബശുദ്ധിയാണോ ചെയ്യുന്നത്? ആർക്ക് ശബ്ദമൊന്നും ഇല്ലേ? ആദ്യം നമ്മൾ കുടുംബശുദ്ധിയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ബാഹ്യമായ ശുദ്ധീകരണത്തിലൂടെയാണ് നമ്മൾ ആന്തരിക ശുദ്ധിയിലേക്ക് എത്തുന്നത്, അല്ലെ ആത്മശുദ്ധിയിലേക്ക് എത്തുന്നത്. അപ്പൊ ഏറ്റവും അത്യാവശ്യം ബാഹ്യമായ ശുദ്ധി തന്നെയാണ്. എന്നാൽ ആത്മം ശുദ്ധമായി ഉയർന്നു കഴിഞ്ഞാൽ ബാഹ്യമായ അശുദ്ധികളൊന്നും നമ്മളെ ബാധിക്കുകയില്ല. ശുദ്ധമായാലേ ഉള്ളൂ, ശുദ്ധമായി എന്ന് അവകാശപ്പെട്ടാലാവുകയില്ല. ആത്മം ശുദ്ധമാകണം. എങ്ങനെയാണ് ആത്മം ശുദ്ധമാകുന്നത്? ആത്മം ശുദ്ധമാകണമെങ്കിൽ എത്ര കിലോ കർപ്പൂരം കത്തിക്കണം? കർപ്പൂരം കത്തിച്ച ആത്മാവ് ശുദ്ധമാകുമോ? അപ്പൊ ആത്മാവ് ശുദ്ധമാകാൻ വേണ്ടി എള്ളും ചോറും തുമ്പപ്പൂവും എല്ലാം കൂടെ ഉരുട്ടി വാഴയിലേക്കകത്ത് വെച്ച് പുറകോട്ട് ഇങ്ങനെ എറിയും. അന്നേരം ശുദ്ധമാകുമോ? പിന്നെ എങ്ങനെ ആത്മാവ് ശുദ്ധമാകുന്നു? ആത്മാവ് ശുദ്ധമാകണമെങ്കിൽ എന്ത് വേണം? നല്ല നെയ്യൊക്കെ ഉള്ള മീൻ വല്ലതും വാങ്ങിച്ച് കഴിച്ചാൽ മതി, ആത്മാവ് ശുദ്ധമാവും. ആണോ? ഇല്ല. പിന്നെ എന്തോ മാർഗം? ആത്മാവ് ശുദ്ധമാകണമെങ്കിൽ എന്താണ് ഒരു മാർഗം? പരിശുദ്ധ ജ്ഞാനം ആത്മാവിൽ വന്നെങ്കിൽ മാത്രമേ ആത്മാവ് ശുദ്ധമാകുള്ളൂ, അല്ലേ? ആണോ? അല്ലേ? അല്ല. അല്ലെന്നോ ആണെന്നോ? ആണ്. ഈ വശത്തിരിക്കുന്നതാണ്, ഈ വശത്തിരിക്കുന്നതാണോ? ഏതാണ്? ഈ വെറുതെ ഇങ്ങനെ കണ്ണും പിഴിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ ചിന്തിച്ചിട്ട് മറുപടി പറയണം. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ സാവധാനത്തിൽ ഓരോന്ന് പറയുന്നത്, ഓരോന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാകാൻ വേണ്ടിയാണ്. വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ പരിശുദ്ധ ജ്ഞാനം ആത്മാവിൽ നിറവേറ്റപ്പെടുമ്പോഴാണ് ആത്മാവ് ശുദ്ധമാകുന്നത്.
അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഗുരുമുമ്പാകെ അർപ്പിക്കുന്ന വലിയ ഒരു നന്ദിയോടുകൂടിയ ഒരു കീർത്തനമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ്, അറിവാകുന്ന വഴിയിലെന്നെ തിരിച്ചതായ തിരുവചനം. അറിവുകേടാകുന്ന വഴിയിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, അജ്ഞാനത്തിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ജ്ഞാനമാകുന്ന വഴിയിലേക്ക്, അറിവാകുന്ന വഴിയിലേക്ക് തിരിച്ച എന്താണ് തിരിച്ചത്? തിരുവചനം. ആരുടെയാണ് തിരുവചനം? അതിമധുരം ഗുരുവിൻ്റെ വചനം, ഗുരുവിൻ്റെ ശബ്ദം, അതാണ് നമ്മളെ അറിവിലേക്ക് നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗുരുവിൻ്റെ ശബ്ദം നമ്മളെ അറിവിലേക്ക് നയിക്കുന്നത്? ഗുരുവിൻ്റെ ശബ്ദം നമ്മളെ അറിവിലേക്ക് നയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗുരുവിൻ്റെ ശബ്ദം എന്താണ്? പരിശുദ്ധ ജ്ഞാനമാണ്. ഗുരുവിൻ്റെ ശബ്ദം എന്താണ്? പാരിടമഖിലവും വരുവതിനായി പരിപൂർണാത്മനെ നിൻ വചനം. പാരിടമഖിലവും വരുവതിനായി പരിപൂർണാത്മനെ നിൻ വചനം. അറിഞ്ഞു നീ അരുളിയ പോലെയല്ലോ ഉളവായി വന്നതു ഈ ലോകം. അറിഞ്ഞു നീ അരുളിയ പോലെയല്ലോ ഉളവായി വന്നതു ഈ ലോകം. സർവലോകത്തിനും കാരണമായ ആ ശബ്ദം അല്ലേ, പാരിടം അഖിലവും വരുവതിനായി പരിപൂർണാത്മനെ നിൻ വചനം. ആത്മാവിൻ്റെ പരിപൂർണാവസ്ഥയാണ് പരമാത്മാവ്. ആ പരമാത്മാവിൻ്റെ ശബ്ദം എങ്ങനെ? പരമാത്മാവ് തന്നെ അറിഞ്ഞു നീ അരുളിയ പോലെയല്ലോ. ആരെയാണ് അറിഞ്ഞത്? താൻ തന്നെ ചിന്തിച്ചു, തന്നെ അറിഞ്ഞു. അപ്പോഴാണ് എന്തുളവായത്? ഉളവായി വന്നതും ഈ ലോകം. ഈ കാരണവസ്തുവായി നിൽക്കുന്ന ഗുരുവിൻ്റെ ശബ്ദമായതുകൊണ്ടാണ് നമ്മളിൽ അറിവുണ്ടാകുന്നത്. ഇന്ന് നമ്മുടെ ആദർശത്തിൽ പരിപൂർണമായി ബന്ധിച്ചോ സത്യം കേട്ടോ ജീവിക്കാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ പല ആളുകളുമായും സഹകരണവും ഇവിടെ പലതവണ വരികയും ഒരു അഭ്യുദയകാംക്ഷിയായി ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ സത്യം കേട്ടിട്ടില്ല. എന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബന്ധമുണ്ട്, നമ്മുടെ എല്ലാ പരിപാടികളും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും. അപ്പം അദ്ദേഹം ഇവിടെ വന്നു. നമ്മുടെ യുവജനസ്തുതിയുടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വന്നത്. അദ്ദേഹം അപ്പുറത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, യുവജനസ്തുതിക്ക് വന്നിട്ട് എന്ത് തോന്നുന്നു? അപ്പോൾ എന്നോട് പറഞ്ഞു, എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു എനർജിയാണ് ഉണ്ടാവുന്നത്. അപ്പോരുടെ കീർത്തനങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ശക്തി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പോലെ തോന്നുമെന്ന് പറഞ്ഞു. സത്യം കേട്ടിട്ടില്ല, യാദർശത്തെ പരിപൂർണമായി അറിഞ്ഞിട്ടില്ല,
എന്നാൽ ഒരു അഭ്യുദയകാംക്ഷിയാണ്. അദ്ദേഹത്തിന് ഈ ആദർശത്തോടൊരു പ്രത്യേക മനോഭാവമുണ്ട്, ഒരു സഹകരണമുണ്ട്. ആ ആളാണ് പറയുന്നത് ഈ ശക്തിയെ പറ്റി. എങ്ങനെയാണത് ഉണ്ടാകുന്നത്? ശക്തിയും ജ്ഞാനവും ആനന്ദവും ജീവനും നിറച്ചു വച്ചിരിക്കുന്ന ആ ഗുരുവിൻ്റെ ശബ്ദമാണ് ഈ ആരാധനയിൽ കൂടിയും വിവിധ പരിപാടികളിൽ കൂടിയും നിങ്ങളിലേക്ക് ഒഴുക്കി തരുന്നത്. എന്തൊക്കെയുണ്ട് ഇതിൽ? ശക്തിയുണ്ട്, ജ്ഞാനമുണ്ട്, ജീവനുണ്ട്, ആനന്ദമുണ്ട്. ഇതെല്ലാം ചേർന്ന ആ ശബ്ദം, ഇത് എവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടാലും കിളിച്ചുയരും, മഹാവൃക്ഷമായിട്ട് ഉയരും. അതാണ് ഈ ശബ്ദത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ഒരു വൃക്ഷത്തിൻ്റെ വിത്തെടുത്ത് അതിൻ്റെ വിധി അനുസരിച്ച് ഉണക്കി സൂക്ഷിച്ച് അതിനെ കൊണ്ടുവന്ന് പിഴിച്ചു വെച്ചാൽ അത് കിളിർത്ത് ആ മഹാവൃക്ഷം വീണ്ടും ഉണ്ടാവുകയും അതിൽ നിന്ന് അനേകം വിത്തുകൾ വീണ്ടും ഉണ്ടാവുകയും ചെയ്യും, അല്ലേ? അതേ വിത്ത് നമ്മളത് വറുത്തിട്ടാണോ കിളിപ്പിക്കുന്നെങ്കിലോ അത് പിന്നെ കിളിർക്കുകയില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ജീവൻ നഷ്ടമായി, അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി, പിന്നെ അത് കിളിർക്കുകയില്ല. അപ്പോൾ ഗുരുവിൻ്റെ ശബ്ദത്തിൽ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും മനസ്സിലായല്ലോ, അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവരും പറഞ്ഞല്ലോ. എന്തൊക്കെയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞില്ലേ? ഞാനെല്ലാം കേട്ടില്ല, അതുകൊണ്ടാണ്. നിങ്ങളെല്ലാം പറഞ്ഞെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളിത് മുഴുവനും ഇങ്ങനെ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, ഒരക്ഷരം പോലും ഇടാതെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാം പറഞ്ഞു. ഞാനത് വേണ്ട വിധത്തിൽ കേട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണോ? അതോ എല്ലാവരും പറഞ്ഞില്ലേ? ഗുരുവിന്റെ ശബ്ദത്തിൽ ശക്തിയുണ്ട്, ഗുരുവിന്റെ ശബ്ദത്തിൽ ജ്ഞാനമുണ്ട്, 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 ഗുരുവിന്റെ ശബ്ദത്തിൽ ജീവനുണ്ട്, ഗുരുവിന്റെ ശബ്ദം അത് ആനന്ദം താൻ, ഗുരുവിന്റെ ശബ്ദത്തിൽ ജീവനുണ്ട്, ഗുരുവിന്റെ ശബ്ദം ആനന്ദം താൻ, ഗുരുവിന്റെ ശബ്ദത്തിൽ ജീവനുണ്ട്, ഗുരുവിന്റെ ശബ്ദം അത് ആനന്ദം താൻ, ഗുരുവിന്റെ ശബ്ദത്തിൽ ജീവനുണ്ട്, ഗുരുവിന്റെ ശബ്ദം ആനന്ദം താൻ, ഗുരുവിന്റെ ശബ്ദത്തിൽ ശക്തിയുണ്ട്, ഗുരുവിന്റെ ശബ്ദത്തിൽ ജ്ഞാനമുണ്ട്, ഗുരുവിന്റെ ശബ്ദത്തിൽ ശക്തിയുണ്ട്, ഗുരുവിന്റെ ശബ്ദത്തിൽ ജ്ഞാനമുണ്ട്, ഗുരുവിന്റെ ശബ്ദത്തിൽ ജീവനുണ്ട്, ഗുരുവിന്റെ ശബ്ദം അത് ആനന്ദം താൻ, ശബ്ദത്തിൽ ജീവനുണ്ട്, ഗുരുവിന്റെ ശബ്ദം ആനന്ദം താൻ, ശക്തികളാകെ ഉളവായത് തന്നോട് ശബ്ദത്തിൽ നിന്നാകുന്നു, ശക്തികളാകെ ഉളവായത് തന്നോട് ശബ്ദത്തിൽ നിന്നാകുന്നു, ഓ ശക്തികളാകെ ഉളവായത് തന്നോട് ശബ്ദത്തിൽ നിന്നാകുന്നു, ശക്തികളാകെ ഉളവായത് തന്നോട് ശബ്ദത്തിൽ നിന്നാകുന്നു, ഓ ജ്ഞാനങ്ങളാകെ ഉളവായത് ഗുരുവിന്റെ ശബ്ദത്തിൽ നിന്നാകുന്നു, ഗുരുവിന്റെ ശബ്ദത്തിൽ നിന്നാകുന്നു, ഓ
ഭരിച്ചിടട്ടെ. സത്യമാം ശബ്ദത്തെ കേട്ടുകൊള്ളുക, ജ്ഞാനമായി രൂപം ധരിച്ചിടട്ടെ. സത്യമാം ശബ്ദത്തെ കേട്ടുകൊള്ളുക, ജ്ഞാനമായി രൂപം ധരിച്ചിടട്ടെ. സത്യമാം ശബ്ദത്തെ കേട്ടുകൊള്ളുക, ജ്ഞാനമായി രൂപം ധരിച്ചിടട്ടെ. സർവദോഷങ്ങളും തീർന്നു നിത്യം ആത്മാവിൽ ആനന്ദം കണ്ടിടട്ടെ. സർവദോഷങ്ങളും തീർന്നു നിത്യം ആത്മാവിൽ ആനന്ദം കണ്ടിടട്ടെ. സത്യമാം ശബ്ദത്തെ കേട്ടു
ഈ ശബ്ദം ഓരോ ആത്മാവിലും എന്തെല്ലാം പകർന്നു നൽകുന്നു എന്ന് നിങ്ങൾ ഇത് അനുഭവിക്കുന്നവർ വേണ്ട വിധത്തിൽ തിരിച്ചറിയുന്നില്ല എന്നത് സത്യമാണ്. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്, ഓരോരുത്തരിലും ഇത് കൃത്യമായി സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് നിലനിർത്തി അനുഭവത്തിലായി ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അനുസരണയുള്ളവരായി ജീവിക്കണം. ഓരോ നിമിഷവും അനുസരണയുള്ളവരായി ജീവിക്കണം. എങ്കിലേ ഈ സത്യവും ജ്ഞാനവും ശക്തിയും ആനന്ദവും ജീവനും ഒക്കെ ആത്മാവിൽ അനുഭവിക്കുവാൻ പറ്റുള്ളൂ. ഗുരുവിൻ്റെ തിരുവായ്മൊഴികളിൽ കൂടി ലഭിച്ചിരിക്കുന്ന അറിവുകൾ ലോകത്തിൽ ഓരോ വസ്തുക്കളിൽ കൂടിയും പ്രകാശിക്കുന്നുണ്ട്. ഗുരുവിൻ്റെ ശബ്ദത്താൽ ഉളവായ ലോകത്തിൽ ആ അറിവ് തന്നെയാണ് പ്രകാശിക്കുന്നത്. അതിനെ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അത് അറിവുകേടായി മാറുന്നത്. ലോകത്തിൽ പ്രവർത്തിക്കുന്ന ആ അറിവുകളെ ലോകവാസികൾക്ക് ഉപയോഗപ്രദമായി വരുവാൻ തക്ക വിധത്തിൽ, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുവാൻ തക്ക വിധത്തിൽ പുണ്യപുരാണങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ അത് ഉദ്ഘോഷിക്കുന്നു. സർവശക്തി പ്രത്യക്ഷമായി വന്ന ലോകത്തിൽ ഇപ്രകാരം ആത്മരക്ഷ ചെയ്യുന്ന സന്ദർഭത്തിലും വളരെ ലളിതമായി അവതരിപ്പിച്ചു. മാതാപിതാ ഗുരുദൈവമെന്നുള്ള എന്തൊക്കെയാണ് കാണപ്പെട്ട ദൈവമായി നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്? മാതാ, ഈ 4 അവസ്ഥയിലും നമ്മുടെ മുന്നിൽ വരുന്ന അനേകം കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു പഠനമുണ്ടെങ്കിലേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവൂ. വളരെ വിശദമായ ഒരു പഠനം. ഈ 4 അവസ്ഥയിലും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ലോകത്തിലെ വിവിധ കാര്യങ്ങളുണ്ട്, വിവിധ അനുഭവങ്ങളുണ്ട്. എന്നാൽ വ്യക്തമായും ലളിതമായും അനുഭവമാക്കാവുന്നത് ഏതൊക്കെയാണ്? നമ്മളെ ജനിപ്പിച്ചു വളർത്തിയ മാതാപിതാക്കളെ നമുക്ക് സ്നേഹിക്കാം, ബഹുമാനിക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ അനുസരണയോടുകൂടി ജീവിക്കാം. അത് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ അറിവുകളെ പകർന്നു തരുന്ന വിവിധ തരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട്. അക്ഷരം പഠിപ്പിക്കുന്നത് മുതൽ വിവിധ വിദ്യകൾ അഭ്യസിപ്പിക്കുന്ന, കലകൾ അഭ്യസിപ്പിക്കുന്ന, അതുപോലെ അനവധി കാര്യങ്ങൾ അഭ്യസിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട്. ഇവരെല്ലാം ബഹുമാനിക്കാം, സ്നേഹിക്കാം, അനുസരിക്കാം. അത് കഴിഞ്ഞാണ് 4മതായിട്ടാണ് ആരുടെ സ്ഥാനം? ദൈവത്തിൻ്റെ സ്ഥാനം. ഇത് 3ഉം പൂർത്തിയായെങ്കിലേ ദൈവത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇന്നലെ ആദ്യമായി വന്ന ഒരാളിനോട് ഞാൻ ചോദിച്ചു, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ പലയിടങ്ങളിലായി എനിക്ക് സഹായം ചെയ്തവരെയൊക്കെ ഞാൻ ഈശ്വരനായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞത് അത് വളരെ നല്ലൊരു അറിവാണ്. പക്ഷെ യഥാർത്ഥമായ ഈശ്വരൻ അതല്ലല്ലോ. ആ ഈശ്വരനെ കണ്ടെത്താനുള്ള വഴിയാണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ, ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത് സത്യമാണ്. ഈശ്വരനാണ് അവിടെ അദ്ദേഹത്തെ നന്മയിലേക്ക്, നന്മകളെ എത്തിച്ച് രക്ഷിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ ഈശ്വരൻ തന്നെയാണ് പ്രവർത്തിച്ചത്. അത് ഈശ്വരനായി കാണുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ യഥാർത്ഥമായ ആ വസ്തുവിനെ അറിയാതെ ഈ വിധത്തിൽ അറിഞ്ഞതുകൊണ്ട് പരിപൂർണമാകുന്നില്ലല്ലോ. പക്ഷെ അത് അതിലേക്ക് എത്താനുള്ള വഴിയാണ്. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാവാം, ആ അറിവിൽ ജീവിച്ചത് കൊണ്ടാവാം ഒരുപക്ഷെ ആത്മാവ്
ഇവിടെ എത്താനിടയായത്. നമ്മുടെ മാതാപിതാക്കളെ ആദ്യം നമ്മൾ തിരിച്ചറിയണം. അതിന് പകരം വയ്ക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഉണ്ടോ? അതിന് പകരം വയ്ക്കാൻ ഈ പ്രപഞ്ചത്തിൽ വേറൊന്നുമില്ല. അനേക ഇടങ്ങളിൽ അനേക പേരുകളിൽ അനേക മാതാപിതാക്കൾ ജീവിക്കുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർക്ക് പകരം മാതാപിതാക്കന്മാരായി ജീവിക്കുന്ന, വളരെ സ്നേഹമായും സന്തോഷമായും കരുതി ജീവിക്കുന്ന അനേകരുണ്ട്. പക്ഷെ അതും സ്വന്തം മാതാവിനും പിതാവിനും പകരമാവുകയില്ല. ആ വിധത്തിൽ അവർ കരുതി വളർത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു മാതാവിനെ നമുക്ക് അല്പം ദേഷ്യം വന്നു, അല്ലെങ്കിൽ ഒരു വിധത്തിലും സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മാതാവിൽ അല്പം ദോഷവശങ്ങൾ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും നമുക്ക് പകരം ഒരു മാതാവിനെ എടുക്കാൻ പറ്റുമോ? പറ്റുമോ? ഇന്ന് മുതൽ നിങ്ങൾ എൻ്റെ മാതാവല്ല എന്ന് പലരും പറയാറുണ്ട്. വഴക്കൊക്കെ മൂക്കുമ്പോഴേ അമ്മ മോളോട് അല്ലെങ്കിൽ മോനോട് പറയും, നീ എൻ്റെ മോനല്ല അല്ലെങ്കിൽ മോളല്ല. അപ്പം മോനും മോളും തിരിച്ചു പറയും, നിങ്ങൾ എൻ്റെ അമ്മയല്ല. പക്ഷെ ആ ഒരു വാക്കുകൊണ്ട് അത് ഇല്ലാതാവുന്നതാണോ? അല്ല. അത് പ്രപഞ്ചത്തിൻ്റെ പ്രക്രിയ അനുസരിച്ച് മാതൃത്വം സ്വീകരിച്ച് അതിനെ പ്രസവിച്ച് പാല് കൊടുത്ത് വളർത്തി ആ അമ്മ എന്ന സ്ഥാനം കൃത്യമായും അലങ്കരിക്കുകയാണ്. അതിന് മാറ്റം ചെയ്യാൻ പറ്റുന്നതല്ല. പിതാവും അങ്ങനെ തന്നെയാണ്, അല്ലേ? പിതാവും അങ്ങനെ തന്നെയാണ്, ഗുരുവും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ സംഗീതം പഠിക്കുന്നവർ ആദ്യം ഒരു ഗുരുവിൽ നിന്ന് അതിൻ്റെ ആദ്യ വകുപ്പുകളൊക്കെ പഠിക്കും. അത് ആ നിലയിൽ തന്നെ ഉയർന്ന് മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവർ അതിനേക്കാൾ കുറച്ചുകൂടി പഠനം ഉള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ള ഒരു സംഗീതജ്ഞൻ്റെ അടുത്ത് പോയി പഠിക്കും. കുറച്ചുകൂടെ ഉയർന്നു കഴിയുമ്പോൾ അതിനേക്കാൾ ഉയർന്ന ആളുകളുടെ അടുത്ത് പോയി പഠിക്കും. ഇങ്ങനെ വിവിധ ആളുകളുടെ കയ്യിൽ നിന്നാണ് ഒരു സംഗീതം ഒരാൾ പൂർണ്ണമായും കരസ്ഥമാക്കുന്നത്. അപ്പോഴും അത് പൂർണ്ണമാവുകയില്ല. അവരവരുടെ ജീവിതം കൊണ്ടുകൂടി പ്രയോഗത്തിൽ വരുത്തിയെങ്കിലേ ഒരു സംഗീത പഠനം പൂർത്തിയാവുകയുള്ളൂ. കാരണം സംഗീതവും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നത് അനന്തമായ അവസ്ഥയിലാണ്. അപ്പം ആദ്യം ഈ അക്ഷരങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച ഗുരു അല്ല എന്നൊരിക്കലും ആ സംഗീതജ്ഞന് പറയാൻ കഴിയില്ല. കാരണം മറവായിരുന്ന ആ വ്യവസ്ഥകളെ, ലോകത്തിൻ്റെ ഈ നിലനിൽപ്പ് തന്നെ ഒരു സംഗീതാവസ്ഥയിലാണ്. അതിൻ്റെ താളമാണ്, അക്ഷരങ്ങളാണ്. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഗുരു, ആ ആൾ ഒരുപക്ഷെ ആ അറിവ് മാത്രമേ ആ ഗുരുവിനുള്ളൂ എങ്കിൽ പോലും വലിയ വിശാലമായ പഠനമൊന്നും നടത്തിയ ഒരാളായിരിക്കത്തില്ല. പക്ഷെ ആദ്യാക്ഷരങ്ങൾ ആ ഗുരുവാണ് പറഞ്ഞു കൊടുത്തതെങ്കിൽ ആ ഗുരു തന്നെയാണ് ആ ആളിൻ്റെ ഗുരു. ആ കാര്യത്തിൽ മറ്റുള്ളവരെല്ലാം ഗുരുക്കന്മാരാണ്. എന്നാൽ പോലും ആദ്യം ആ പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ എൻ്റെ ഗുരുവല്ല, നിങ്ങൾ അറിവ് കുറവുള്ള ആളാണ്, ഈ അവസ്ഥയിരുന്നുകൊണ്ട് നിങ്ങളെ ഗുരുവായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല. കാരണം ആ മറ നീക്കിയ അക്ഷരങ്ങളെ ഈ ആളിലേക്ക് വ്യവസ്ഥപ്പെടുത്തിയത് ആ ഗുരുവ തന്നെയാണ്. മാതാവ് എപ്രകാരം ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയെടുത്തുവോ അതുപോലെ തന്നെ തൻ്റെ ഹൃദയത്തിലിരുന്ന അറിവിനെ ഈ ബാലനിലേക്ക് അല്ലെങ്കിൽ ബാലികയിലേക്ക് പകർന്നു കൊടുത്ത് സ്വന്തം ഗുരുസ്ഥാനം അതിൽ ഉറപ്പിച്ചതാണ്. അതിന് മാറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ആ ശിഷ്യനെ സംബന്ധിച്ച് ആദ്യം ആ അറിവ് പകർന്നു കൊടുത്ത ആള് ഗുരു തന്നെയാണ്. അവിടെ മാറ്റപ്പെടുത്താൻ കഴിയില്ല. മാറ്റപ്പെടുത്താൻ കഴിയുമോ? അപ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുവിൻ്റെയും സ്ഥാനം പകരം വയ്ക്കാൻ പറ്റാത്തതു തന്നെയാണ്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? ഗുരു എന്ന് ഞാനിപ്പോൾ പറയുന്നത് ഈ ലോകത്തിലെ അറിവുകൾ തരുന്ന ഗുരുക്കന്മാരെ പറ്റിയാണ്. യഥാർത്ഥമായ ഗുരു ഇതെല്ലാം കൂടി ചേർന്നാൽ ഉണ്ടാകുന്നതാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞു. യഥാർത്ഥമായ ഗുരു ആരാണെന്ന്. ആരാണ് യഥാർത്ഥമായ ഗുരു? സർവസൃഷ്ടിക്കും കാരണമായി നിൽക്കുന്ന സർവശക്തനാകുന്ന ആ ദൈവം തന്നെയാണ് യഥാർത്ഥ ഗുരു. മാതാപിതാ ഗുരു എന്ന് പറയുമ്പോൾ ഈ ലോകവിദ്യകളെ അഭ്യസിപ്പിക്കുന്ന ആളാണ് ഗുരു. ഇത് മൂന്നും പൂർത്തിയാകുമ്പോഴാണ് യഥാർത്ഥമായ ഗുരുവിനെ അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ അറിയുന്നത്. അപ്പോൾ പകരം വയ്ക്കാൻ കഴിയാത്ത ഈ വസ്തുക്കളെ അല്ലെങ്കിൽ ഈ അറിവുകളെ കൃത്യമായും ഉള്ളിൽ കരുതി ബഹുമാനിച്ചും സ്നേഹിച്ചും
അനുസരിച്ചും ജീവിതം ചെയ്യാൻ കഴിഞ്ഞാൽ ആ വ്യക്തി, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, വളരെ ഉന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടും. യാതൊരു സംശയമില്ല. ഒരിക്കൽ ഒരു പിതാവും പുത്രനും, വളരെ അനുസരണയോടുകൂടി ജീവിക്കുന്ന ഒരു പുത്രൻ, പണ്ടൊക്കെ ഈ പുരയൊക്കെ ഓല മേഞ്ഞ് എടുക്കുന്ന സമയത്ത് അച്ഛൻ താഴെ നിന്ന് ഇങ്ങനെ ഓല ഇട്ട് കൊടുക്കുകയാണ്. മുകളിൽ 3-4 ജോലിക്കാരിരുന്ന് മേഞ്ഞുകൊണ്ടിരിക്കും. ഓല മേയുക, അതിന് മേയുക എന്നാണ് പറയുന്നത്, കിട്ടുന്നതിന്, ഓല കിട്ടുന്നതിന്. ഇപ്പം അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ എത്ര കാശില്ലെങ്കിലും 10 ഷീറ്റെങ്കിലും വാങ്ങിച്ചിട്ട് നമ്മൾ വീടുണ്ടാക്കുന്നു. പണ്ട് അങ്ങനെയല്ല. എവിടെയെങ്കിലുമൊക്കെ നടന്ന് ഓല വെട്ടി അത് കീറി വെള്ളത്തിലിട്ട് കുതിർത്ത് അതിനെ മടഞ്ഞെടുത്ത് അത് കെട്ടി വെച്ചാണ് ആദ്യമൊക്കെ വീടുണ്ടാക്കിയിരുന്നത്. അങ്ങനെയുള്ള സമയത്ത് വലിയ 4 കെട്ടുമൊക്കെ ഓല മേഞ്ഞാണ് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ തിരക്കി ആരോ മുറ്റത്ത് വന്നു. അപ്പം അച്ഛൻ അവരുടെ അടുത്തോട്ട് പോകാൻ നേരം മോനോട് പറഞ്ഞിടാ ഇത് ഓല ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം മുകളിലിരിക്കുന്ന ആളിന് ഈ 2 ഓലക്കീറുകൾ തുമ്പ് കൊരുത്ത് വെച്ച് മേളോട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക, അതൊരു പ്രത്യേക ബാലൻസാണ്. മുകളിലിരുന്ന് കെട്ടുന്നതിനേക്കാൾ കൂടുതൽ ഗ്രേഡുള്ള ആളായിരിക്കും താഴെ നിന്ന് ഇത് ഇട്ട് കൊടുക്കുന്നത്. കാരണം എങ്കിലേ കൃത്യം ഈ കയ്യിൽ എത്തത്തുള്ളൂ, മുകളിലോട്ട് ഇടുന്നതല്ലേ. അപ്പം അത്യാവശ്യം വന്നപ്പോൾ ഈ അനുസരണയുള്ള മകനെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ അപ്പുറത്തോട്ട് പോയി. അപ്പം മകൻ ഇതിങ്ങനെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ എത്തിയില്ല, മുകളിലിരുന്ന ആളിന് എത്തിയില്ല. ആഞ്ഞിങ്ങനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ആൾ ഉരുണ്ടു താഴോട്ട്. താഴെ വന്ന് വീണാൽ അപകടമല്ലേ. അപ്പോൾ ഈ അനുസരണയുള്ള മകൻ, അനുസരണ എന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിചാരിക്കുന്ന പോലെ അല്ല, അത്ര കണ്ട് അനുസരണയുള്ള മകനാണ്. അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നില്ലേ താഴെ വീഴല്ലേ, ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് വരട്ടെന്നു. നിങ്ങൾക്കിപ്പോൾ ചിരി വരും അല്ലേ, പക്ഷെ ആൾ വീണില്ല. ആഞ്ഞ രീതിയിൽ അവിടെ ഇരിക്കുകയാണ്, വീണില്ല. അച്ഛൻ ഓടി വന്നു, മകൻ വിളിക്കുന്ന കേട്ടുകൊണ്ട് ഓടി വന്നു. അച്ഛനും അതേ വിധത്തിലാണ് മകനെ കരുതുന്നത്. മകൻ അച്ഛനെ കരുതുന്നതും അച്ഛൻ മകനെ കരുതുന്നതും ഒരേ അറിവിലാണ്. ഓടി വന്നു. അപ്പോൾ ഇങ്ങനെ അപകടമാണ്, അപകടാവസ്ഥയാണ്. പെട്ടെന്ന് തന്നെ മുൻകരുതലുകൾ എടുത്തു. ആള് കുഴപ്പം കൂടാതെ താഴെ എത്തി. വീഴാൻ തുടങ്ങിയ ആളിനെ പിടിച്ചു നിർത്താൻ തക്ക വിധം ഈ മകന്റെ ശബ്ദങ്ങൾ അവിടെ പ്രയോജനമായി വന്നത് എന്തുകൊണ്ടാണ്? ആ അനുസരണയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഈ ശരീരപ്രകാരം ഒരു ശുശ്രൂഷയിൽ ജീവിക്കുന്ന സമയത്ത് ഭഗവാൻ ഉപയോഗിക്കുന്ന എണ്ണ വയ്ക്കുന്ന കുപ്പി, തലയിൽ പുരട്ടുന്ന എണ്ണ വെക്കുന്ന ഒരു കുപ്പി, ഇത്രയും നീളമുള്ളൊരു കുപ്പി, ഒരു ദിവസം ഭഗവാൻ തന്നെ ഇത് ആ ജനലിൻ്റെ പടിയിലോട്ട് വെച്ചതാണ്. ഇപ്പോൾ തൊട്ട് പുറകിൽ നിൽക്കുന്ന ഞാൻ നോക്കുമ്പോൾ ഇത് വെച്ചത് എന്തോ ഒരു ഇത് പറ്റി, അങ്ങനെ പറ്റുന്നതല്ല, ഒരിക്കലും ഭഗവാന്റെ കയ്യിൽ നിന്ന് അങ്ങനെ പറ്റുകയുമില്ല. അതെനിക്കുള്ള ഒരു പരീക്ഷണമായിരുന്നു. താഴോട്ട് ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ അയ്യോ പൊട്ടല്ലേ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട്, കാരണം പൊട്ടിയാൽ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ബുദ്ധിമുട്ടാവും. കുളിക്കാൻ ഒരുങ്ങി അകത്ത് കുളിമുറിയിൽ നിൽക്കുകയാണ്. പൊട്ടല്ലേ, കുപ്പി പൊട്ടല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ കുപ്പിയല്ലേ താഴെ വീണ പൊട്ടിപ്പോത്തില്ലേ. കുപ്പി അത്രയും പൊക്കത്തിൽ നിന്ന് വെന്റിലേഷനാണ്, വെന്റിലേഷൻ്റെ പടിയിൽ നിന്ന് കുപ്പി താഴോട്ട് ടൈലിലോട്ട് വീണ എങ്ങനെ ഇരിക്കും? ഒടിഞ്ഞു പോത്തില്ലേ, പോത്തില്ലേ? നമുക്കൊരു കുപ്പി ഇപ്പോഴും ഇട്ട് നോക്കിയാലോ, പൊട്ടുവോ? ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് കുപ്പി അല്ല, ചില്ലു കുപ്പി തന്നെയാണ്. കുപ്പി പൊട്ടിയില്ല. എനിക്ക് തന്നെ കരച്ചു കേൾക്കയുടെ കുപ്പി പൊട്ടിയില്ല. അന്നേരം പെട്ടെന്ന് പൊട്ടല്ലേ എന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും ഒരു അടയാളം അവിടെ ഉണ്ട് ആ കുളിമുറിക്കുള്ളിൽ. എന്താണെന്നറിയോ? കുപ്പി വീണ് ടൈല് പൊട്ടിപ്പോയി. ആ ടൈല് പൊട്ടിപ്പോയി, കുപ്പി പൊട്ടിയില്ല. ഇത് വെറുതെ പറയുന്നതല്ല, ആ അടയാളം ഇപ്പോഴും ആ കുളിമുറിക്കുള്ളിലുണ്ട്. വെറുതെ ഇവിടെ ഇരുന്ന് കഥ പറയാൻ പറ്റിയ സ്ഥലമല്ലിത്, അനുഭവമാണ് പറയുന്നത്. ഇപ്പൊ ഗുരുവിനെ അനുസരിച്ച് നമ്മൾ ജീവിതം ചെയ്താൽ ഗുരുവിൻ്റെ ശബ്ദം നമ്മളിൽ കൂടിയും പ്രവർത്തിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പൊ നമ്മൾ ലോകത്തിൽ കാണുന്ന, പ്രത്യക്ഷമായി നമുക്ക് കാണുന്ന ഈ വിധത്തിലുള്ള അറിവുകളെ മാതാപിതാ ഗുരു ദൈവം എന്ന വ്യവസ്ഥയിൽ നമ്മൾ അനുസരണയോടുകൂടി ജീവിതം ചെയ്താൽ, ഇങ്ങനെ പരീക്ഷിക്കാനല്ല,
ഞാൻ പറയുന്നത് ഫലിക്കുമോ, എനിക്ക് ഇങ്ങനെ ശക്തി വല്ലതും കിട്ടുമോ, അങ്ങനെ പരീക്ഷിക്കാനല്ല. അന്ധകാരത്തിന് അടിമകളായി പോകാതെ ആനന്ദത്തിൽ എന്നും ജീവിക്കുവാൻ ഒരു ഒരുക്കമാണിത്. നമ്മളെ എവിടെ കൊണ്ടുപോകാനാണ് ഒരുങ്ങാൻ ഭഗവാൻ പറഞ്ഞത്? എവിടെ കൊണ്ടുചെല്ലാമെന്ന് പറഞ്ഞാണ് ഒരുങ്ങാൻ ആവശ്യപ്പെട്ടത്? ഒരുങ്ങുവിൻ സോദരരെ, നിത്യാനന്ദ രാജ്യത്തിൽ ചെന്നെത്തിയിടുവാനായൊരുങ്ങുവിൻ സോദരരെ, അതുപോലെ നിത്യാനന്ദ രാജ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ സദ്ഗുരുനാഥൻ വന്ന് ആ ത്യാഗം സഹിക്കുമ്പോൾ ആ അറിവിൽ കൂടി ജീവിതം ചെയ്യേണ്ടത് ഓരോ ശിഷ്യരുടെയും കടമയാണ്. നമ്മൾ ലോകത്തിലുള്ള സർവ്വ അറിവുകളെയും സ്വീകരിച്ചുകൊണ്ട് അറിവിൻ്റെ വഴിയെ ജീവിക്കണം. അതാണ് നിയമം. അപ്പം നടന്ന് ഓരോ അറിവുകൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. എന്നാൽ ലോകത്തിലെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം നമ്മൾ സ്വീകരിച്ചേ മതിയാവൂ. എന്നാൽ സമ്പൂർണമായ തൻ്റെ സർവജ്ഞാനം ഒരാത്മാവിൻ്റെ രൂപമായി സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ അത് വിവിധങ്ങളായ ജന്മമെടുത്ത് കർമ്മമെടുക്കിയെങ്കിൽ മാത്രമേ സാധിക്കൂ. അങ്ങനെ ജന്മമെടുത്താണ് ഒരു മർത്യനായി വരുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം, ഈ ജന്മം മതി, ഇനി എനിക്ക് പുതിയൊരു ജന്മം വേണ്ട. പല ആളുകളും ചില കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാകുമ്പോൾ വന്ന് പറയും, ഇനിയിപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ അങ്ങ് ഇനി അടുത്ത ജന്മത്തിൽ ശരിയാക്കാം. വല്ല ഉറപ്പുമുണ്ടോ? അടുത്ത ജന്മം ഇത് ശരിയാക്കാൻ കഴിയുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ? ഒരു ഉറപ്പുമില്ല. കാരണം എന്തെല്ലാം ദോഷങ്ങളും എന്തെല്ലാം പ്രയാസങ്ങളും എന്തെല്ലാം മാലിന്യങ്ങളുമായിട്ടാണ് ഒരു ജന്മം കടന്നു പോകുന്നത്. അതിനനുസരിച്ചായിരിക്കും പിന്നെ അടുത്ത ജന്മം ലഭിക്കുന്നത്. പിന്നെ ഗുരുവിൻ്റെ മുൻപിൽ എത്തണമെങ്കിൽ പോലും വീണ്ടും അനേകം വർഷങ്ങളോ അല്ലെങ്കിൽ അനേകം ജന്മങ്ങളോ വേണ്ടി വരും. മാലിന്യങ്ങളോടുകൂടി ഒരാൾ മരണപ്പെട്ട് വീണ്ടും ജന്മത്തിലേക്ക് പോയാൽ അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പം കിട്ടിയ ജന്മം, കിട്ടിയ ആയുസ് നഷ്ടമാക്കാതെ എപ്പോഴും നാം ജീവിക്കാം. ശാന്തിയിൽ എത്തി വസിച്ചിടണം. വേണോ നിത്യാനന്ദം? എന്നാൽ അറിവാകുന്ന വഴിയിൽ എന്നും ജീവിക്കണം. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. അപ്പോൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ വിചാരം, ഞങ്ങളെല്ലാം മാതാപിതാക്കളായല്ലോ, ഇനിയിപ്പം പ്രശ്നമൊന്നുമില്ല, അതെല്ലാം കഴിഞ്ഞു വന്നവരാണ്. അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ അവസ്ഥയിൽ നിങ്ങൾ വീണ്ടും ചിന്തിക്കണം. മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത് ലോകത്തിൽ വിവിധങ്ങളായി നിലകൊള്ളുന്നുണ്ട്. പലതിനെയും നമ്മൾ മാതാവായി കാണണം. പുണ്യപുരുഷന്മാർ നദികളെയും ജലാശയങ്ങളെയും മരങ്ങളെ പോലും മാതാക്കളായി കണ്ടിട്ടുണ്ട്. മറ്റു പലതിനെയും പിതാക്കന്മാരായി കണ്ടിട്ടുണ്ട്. നിസ്സാരങ്ങളായ വസ്തുക്കളെ പോലും ഗുരു ആയിട്ട് കണ്ടിട്ടുണ്ട്. ദത്താത്രേയൻ എന്ന് പറയുന്ന ഒരു മഹർഷിയെ പറ്റി പുരാണങ്ങളിൽ ഉദ്ഘോഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ലോകത്തിൽ നിന്ന് സ്വീകരിച്ചത് 25 ഗുരുക്കന്മാരെയാണ്. അദ്ദേഹം തന്നെ സ്വയം കണ്ടെത്തിയതാണ് ഗുരുക്കന്മാരെ. അതിനകത്ത് കടലുണ്ട്, കുപ്പിവളയിട്ട പെൺകുട്ടിയുണ്ട്, ആകാശമുണ്ട്, കൂട്ടം കൂടി നടക്കുന്ന നായ്ക്കളുണ്ട്, ഇങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. അദ്ദേഹം ലോകത്തിൽ നിന്ന് സ്വീകരിച്ചതാണ് അതിനെയൊക്കെ. അതിൽ നിന്ന് പല കഥകളും ഞാനിവിടെ മുൻപ് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ലോകത്തിൽ നിന്ന് അറിവുകളെ സ്വീകരിപ്പാനുള്ള കഴിവ് മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ നിലയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. ദത്താത്രേയനെ വരച്ചു വെച്ചിരിക്കുന്നത് 3 ശിരസ്സോടുകൂടിയാണ്. ഭഗവാൻ പറഞ്ഞു, ചിന്തിക്കാൻ ഈ തല പോരാ, ഒട്ടും കേടില്ലാത്ത തല വേണം.
3 തല കൊണ്ട് ചിന്തിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? അത്രയും ഗംഭീരമായ ചിന്തകളോടുകൂടി ജീവിച്ചു എന്നാണ് അർത്ഥം. രാവണന് 10 തലയാണ് പറഞ്ഞിരിക്കുന്നത്. 10 തല കൊണ്ടും പഠിച്ച് 10 ബുദ്ധിയിൽ ജീവിച്ചു എന്നാണോ? അല്ല, അത്രയും അറിവുകളെ സ്വീകരിപ്പാനും അത്രയും ബുദ്ധിയോടുകൂടി ജീവിപ്പാനും കഴിവുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ സ്വീകരിച്ചതൊക്കെ അനാവശ്യങ്ങൾക്ക് വേണ്ടി, അക്രമങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതുകൊണ്ട് രാവണൻ എന്തായി മാറി? രാമന്റെ ശത്രുവായി മാറി. അപ്പോഴും അവതാരമായതും ദൈവമായതും രാമനാണ്. 10 തലയും അതിൻ്റെ ബുദ്ധിയും അതിൻ്റെ കഴിവും എല്ലാം ഉണ്ടായിട്ടും, സ്വന്തം രാജ്യമുണ്ടായിട്ടും രാജാവായിട്ടും അവതാരമാരായിരുന്നു? രാമനായിരുന്നു. രാത്രിയെ മായിക്കുന്നവനാണ് രാമൻ. അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവനാണ് രാമൻ. അപ്പൊ നമുക്ക് രാമനാകണോ രാവണനാകണോ എന്ന് ഓരോരുത്തരും സ്വയം തീരുമാനിക്കണം. ബുദ്ധി വർദ്ധിപ്പിച്ച് യുക്തി വർദ്ധിപ്പിച്ച് അനാവശ്യങ്ങളിലേക്ക് പോകാനല്ല. നമ്മുടെ ജീവിതം എന്തിനാവണം? എന്നും സൽക്കർമ്മം ചെയ്ത് സന്തോഷം അനുഭവിക്കാനാവണം. അതിനുവേണ്ടി ഒരുങ്ങാനാണ് പറഞ്ഞത്. ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയേശൻ ഹൃദയത്തിൽ എഴുന്നള്ളിടും. ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയേശൻ ഹൃദയത്തിൽ എഴുന്നള്ളിടും. അപ്പൊ യാതൊരു മാലിന്യങ്ങളും കടക്കാതെ ഹൃദയത്തെ കരുതി സൂക്ഷിക്കുവാൻ കഴിഞ്ഞെങ്കിലേ ഹൃദയേശ്വരനാകുന്ന അഖിലേശ്വരനെ അകതാരിൽ കണ്ടുകൊണ്ട് ആനന്ദമായി ജീവിക്കുവാൻ കഴിയൂ. അതിന് പ്രധാനമായി വേണ്ടത് എന്താണ്? മാതാപിതാക്കളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക. അവരുടെ ആ ചുറ്റുവട്ടത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ആ അറിവിൻ്റെ പരിധിയിൽ നിന്ന് ജീവിച്ച് വളർന്നുയർന്നു വരാൻ ഒരു മകനോ അല്ലെങ്കിൽ മകൾക്കോ കഴിഞ്ഞാൽ അവർ വലിയ ഉന്നതമായ അവസ്ഥകളിലെത്തും. യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അങ്ങനെയല്ല. അല്പം വിദ്യാഭ്യാസമൊക്കെ ആയി കഴിയുമ്പോൾ വലിയ BA BEd ഒന്നും വേണ്ട, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ വിചാരം എൻ്റെ അത്രയും പോലും അറിവ് അച്ഛനും അമ്മയ്ക്കും ഇല്ല. അതുകൊണ്ട് അവർ പറയുന്നത് ഞാൻ അനുസരിക്കേണ്ട ആവശ്യമില്ല. എന്തുവാ അമ്മ പറയുന്നത്? ഇങ്ങനൊന്നുമല്ല അമ്മയുടെ കുറേ ഉപദേശം. അച്ഛനെന്തോ അറിയാം, ചുമ്മാ അച്ഛനാന്ന് പറഞ്ഞ് നടക്കുക. ആ കയ്യും കാലും മുഖഭാവമൊക്കെ ഓരോരുത്തരുടെ ഒന്ന് കാണണം. ഇതൊന്നും ഞാൻ കാണുന്നില്ലെന്നാ ചിലരുടെ വിചാരം. ആ ഭാവങ്ങളൊക്കെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഒരു മുഖം കൊണ്ട് പോലും ഒരു വിദ്വേഷം മാതാപിതാക്കളോട് കാട്ടാൻ പാടില്ലെന്നാണ് നിയമം. നമുക്കതിന് നിയമമില്ല. കാരണം അതിനെ പരിഹരിക്കാൻ വേറെ മാർഗമില്ല. എന്തുകൊണ്ട്? ഞാൻ മുമ്പേ പറഞ്ഞത് എന്താണ്? ഇത് 3ഉം പകരം വയ്ക്കാനില്ലാത്തതാണ്. മറ്റൊരിടത്ത് കൊണ്ടുപോയി പരിഹരിക്കാൻ പറ്റുമോ? അമ്മയോട് ചെയ്ത ഒരു ദോഷം മറ്റൊരിടത്ത് കൊണ്ടുപോയി പരിഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. അച്ഛനോട് ചെയ്ത ഒരു ദോഷം വേറെ എവിടെയെങ്കിലും പോയി പരിഹരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ഗുരുവിനോട് ചെയ്താലും അങ്ങനെ തന്നെയാണ്. ഇത് 3ഉം അതിൻ്റെതായ നിലയിൽ പൂർത്തീകരിച്ചെങ്കിലേ ദൈവത്തെ കാണാൻ കഴിയുള്ളൂ. ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഈ അനുസരണയാണ്. എന്തും അനുസരിക്കാൻ, മാതാപിതാക്കളും ഗുരുജനങ്ങളും പറയുന്നത് അനുസരിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ഗുരുക്കന്മാരെന്ന് പറഞ്ഞ് മുതലെടുക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അറിവില്ലാത്തവർ. കാരണം വളരെയേറെ കുണ്ഠിതമുണ്ടാകുന്ന പല കാര്യങ്ങളുമുണ്ട്. വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ വിദ്യാർത്ഥികളെ വിവാഹം കഴിക്കുന്ന അവസ്ഥയുണ്ട്. 2 പേരും, സ്ത്രീകളും പുരുഷന്മാരും. അതൊക്കെ ലോകത്തിൻ്റെ ചില രീതികൾ മാറി, അതിൻ്റെ ആ അവസ്ഥകൾ മാറി തത്വമറിയാതെ ജീവിക്കുന്നവരുണ്ട്.
അവർ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അനുസരിക്കാനല്ല. ഇപ്പം നിനക്ക് ഞാൻ അറിവ് പറഞ്ഞു തരുന്ന ആളാണ്, ഇന്ന് രാത്രി നീ എൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കാനല്ല. അങ്ങനെ അനുസരിക്കരുത്. അറിവും അറിവുകേടും സ്വയം തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടാവണം. ഗുരു പറയുന്ന അറിവുകൾ അതിൻ്റെതായ നിലയിൽ സ്വീകരിച്ചനുസരിക്കണം. അറിവുകേട് സ്വീകരിക്കണ്ട. അതിനുള്ള അറിവ് വിദ്യാർത്ഥികൾക്കുണ്ടാവണം, കുഞ്ഞുങ്ങൾക്കുണ്ടാവണം. അപ്പം നമുക്ക് സുദൃഢമായ ഈ ആധ്യാത്മിക ജീവിതം കരുപ്പിടിപ്പിക്കാൻ അത്യന്താപേക്ഷിതമായ കാര്യമാണ് മാതാപിതാ ഗുരു ദൈവം എന്ന തത്വം. അത് നമ്മൾ എപ്പോഴും ഉണ്ടാവണം, എപ്പോഴും നിലനിൽക്കണം, എല്ലാ വ്യവസ്ഥയിലും നിലനിൽക്കണം. എങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. എന്ത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ? ആധ്യാത്മിക ജീവിതം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ഈ അടുത്ത സമയത്ത് ആധ്യാത്മിക പഠനം നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അധ്യാപകൻ മറ്റൊരു അധ്യാപകനോട് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടി ഈ ആധ്യാത്മികം പഠിപ്പിച്ചെന്ന് സന്യാസിയാക്കാൻ പോവാണ്. ആധ്യാത്മിക വേദിയിലാണ്, ആധ്യാത്മികം പഠിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പ്രത്യേക പഠനക്കളരിയാണ്. അവിടെ ഒരു അധ്യാപകൻ മറ്റൊരു അധ്യാപകനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതെല്ലാം കൂടെ പറഞ്ഞു പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ സന്യാസിമാരാക്കാൻ പോവാണ്. അപ്പോൾ ആ അധ്യാപകൻ പഠിപ്പിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും? അത്രയും അറിവേ ഉള്ളൂ. ആ അറിവിൽ നിന്നുകൊണ്ട് ഈ അറിവ് പറഞ്ഞു കൊടുത്താൽ ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് ഒന്നും എത്തുകയില്ല, അവർ രൂപപ്പെടുകയില്ല. രൂപം ധരിക്കണമെങ്കിൽ ഈ പകർന്നു കൊടുക്കുന്ന ആളിൽ രൂപം ഉണ്ടാവണം. രൂപമില്ലാത്ത ഒരാൾ രൂപപ്പെടുത്താൻ ശ്രമിച്ചാൽ രൂപം ഉണ്ടാവുകയില്ല, അല്ലേ? ഒരു ശില്പി ഇപ്പം നമ്മുടെ ഇവിടെ മഹാഗോപുര നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അനേകം ശിലകൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കിയിടും. അപ്പോൾ നമ്മൾക്കിങ്ങനെ നോക്കിയാൽ ഒരു നീളത്തിലും വണ്ണത്തിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല ശിലകൾ കിടക്കുന്നു, ആർക്കും ഒന്നും തോന്നുകയില്ല. പക്ഷെ അത് അതിൻ്റേതായ കാര്യങ്ങൾ അറിയാവുന്ന ശില്പി വന്ന് നോക്കുമ്പോൾ അപ്പോൾ ഇന്നടുത്തുനിന്ന് ഇന്നതങ്ങ് തട്ടിക്കളഞ്ഞ് അപ്പോൾ ഇങ്ങോട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തട്ട് കെട്ടുമ്പോൾ അതിനകത്തു നിന്നൊരു ശില്പം രൂപപ്പെടുകയാണ്. ശില്പിക്കറിയാം അതിനുള്ളിൽ എന്ത് ചെയ്യണം. അവിടെ കളയുകയാണ് പലതും, പലതും തട്ടിക്കളയുകയാണ്, അല്ലെങ്കിൽ മുറിച്ചു മാറ്റുകയാണ്. മുറിച്ചു മാറ്റുമ്പോൾ ഒരു മനോഹര ശില്പം രൂപപ്പെടുകയാണ്. അത് ശില്പിയിൽ ആ അറിവ് നിന്നതുകൊണ്ടാണ് ശില്പത്തിലേക്ക് അത് രൂപപ്പെടുത്താൻ പറ്റിയത്. ഇല്ലെങ്കിൽ അത് പറ്റുകയില്ല. പറ്റുമോ? ഇപ്പം നമ്മൾ മഹാഗോപുരത്തെ നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചപ്പോൾ അനേകം ആളുകൾ അനേകം ചിത്രങ്ങൾ വരച്ചു കൊണ്ടുവന്ന കഥയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മനസ്സിന് തൃപ്തിയായില്ല. കാരണം എൻ്റെ മനസ്സിൽ കാണുന്ന രൂപമൊന്നും അതിലേക്ക് വന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മദീപത്തെ ചിത്രം വരയ്ക്കുമെന്നുള്ള അറിവുണ്ടായത്. വലിയ ചിത്രങ്ങളൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ചിത്രങ്ങളൊക്കെ വരയ്ക്കും എന്നൊരു അറിവ് കിട്ടി. അവിടേക്ക് ഇതറിയിച്ചു, ഇന്നതുപോലെ നമ്മുടെ ഗോപുരം നിർമ്മിക്കാൻ പോവുകയാണ്, അതിന് 5 നിലകൾ ഉണ്ടാവും, അതിന് ഇന്ന രൂപങ്ങൾ വരണം, താഴെ ഇന്ന കാര്യങ്ങൾ വേണം, അതിൻ്റെ മുകളിൽ ഇത്ര വേണം, അത് തന്നെ വേണം, ഇത് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. എന്നിട്ട് അതിൻ്റെ കൂടെ അയച്ചു, ഇത് വായിച്ചിട്ട് കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുക, കാണുന്ന രൂപം വരച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഞാൻ ആ ജോലി അവിടെ തീർത്തു, അല്ലേ? പക്ഷെ ഇത് വായിച്ചിട്ട് കണ്ണടച്ചിരിക്കുമ്പോൾ ഇത് വല്ലതും തെളിയുന്നുണ്ടോ? തെളിഞ്ഞില്ല. അവിടെ ഇരുന്നു, ഇത് വായിച്ചു, കണ്ണടച്ചു, ധ്യാനിച്ചു, പൂജാമുറിയിൽ ഇരിക്കുകയാണ്. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. അപ്പോൾ രാജഗോപാലും മകളുമാണ് അപ്പോൾ വീട്ടിലുള്ളത്. അവർ വിചാരിച്ചത് എന്തൊരു ഇരിപ്പാണ്, എന്തൊരവസ്ഥയാണ്. അപ്പം അവർ രണ്ടുപേരും കൂടെ രാവിലെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി ടേബിളെ വെച്ചിട്ട് പോകും. അപ്പോൾ ഈ ആളിന് ജീവനുണ്ടോ എന്നറിയുന്നത് ഈ ഭക്ഷണപാത്രം എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടെങ്കിലാണ്, അല്ലാതെ ഒരു അടയാളവും വീട്ടിലില്ല. കാരണം സർവത്ര സമയം പൂജാമുറിയിലാണ്, കൂടുതൽ സമയം പൂജാമുറിയിൽ ഇരിക്കുകയാണ്. 28 ദിവസത്തെ തുടർച്ചയായ ആ തപസ് പൂർത്തിയാകുമ്പോൾ ഈ മഹാഗോപുരത്തെ ദർശിക്കുകയാണ്.
അപ്പം ആ രൂപം കാണാതെ ഇത് വരയ്ക്കാൻ പറ്റും. അപ്പം ആദ്യം ആ രൂപം ഉണ്ടാകണം. സൽഗുരുവാകുന്ന ശില്പി തന്നെ വന്നു ആത്മാവിൻ രൂപത്തെ വാർത്തിടുന്നു. നിങ്ങളുടെ ആത്മാവിൻ്റെ രൂപത്തെ തെളിയിക്കാനാണ് ആത്മനാഥൻ പാടുപെടുന്നത്. ഇതുപോലെ ഞാൻ അറിയിച്ച അറിവിൽ കൂടി ആശ്രയിച്ച് ആഗ്രഹിച്ച് അടിപണിഞ്ഞ് ഒരു തപസ്സോടുകൂടി ഇരുന്നപ്പോൾ ആ ഉള്ളിലേക്ക് ആ രൂപത്തെ പ്രത്യക്ഷീഭവിപ്പിച്ചു. അതാണ് വരച്ചോട് കൊണ്ടുവന്നത്. അത് ഒരു മാത്ര ആദ്യം ഞാൻ നോക്കിയില്ല. ഒരു ദിവസം ഞായറാഴ്ച ദിവസം രാവിലെയാണ് കൊണ്ടുവരുന്നത്. വാങ്ങിച്ച് അവിടെ വെച്ചു. അതിന് പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല എന്നൊരു ചിന്താഗതിയിലാണ്. കാരണം ഇത്രയും തപസ്സോടുകൂടി അത് വരുമ്പോൾ അന്ന് സംസാരിക്കുന്നൊന്നുമില്ല. കാര്യങ്ങളൊന്നും അങ്ങനെ ഫോണിൽ പോലും വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യുന്ന സമയമല്ല. അതൊക്കെ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞാണ് ഫോണിലൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നത്. അന്ന് ഈ പറഞ്ഞ മെസ്സേജ് മാത്രമേ ഉള്ളൂ. അപ്പം ആ മെസ്സേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതിൻ്റെ മൂലവിത്തായി നിൽക്കുന്ന അറിവായിരുന്നു. ആ അറിവാണ് രൂപം ധരിച്ച് മഹാഗോപുരത്തിലേക്ക് ആ ഹൃദയത്തെ എത്തിച്ചത്. അങ്ങനെ എത്തിക്കാൻ കഴിവ് ഈ ശബ്ദത്തിനുണ്ട് എന്നുള്ള ഒരു അനുഭവം കൂടിയാണ് നമ്മുടെ മഹാഗോപുരം. ഗുരുവിൻ്റെ ശബ്ദത്തിന് ഈ ലോകത്തിൽ പല അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ കഴിവുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമ്മുടെ മഹാഗോപുരം. ഇപ്പം ഹൃദയശാസ്ത്രത്തെ പകർത്തി ഇപ്രകാരം ഒരു ശാസ്ത്രമായി രൂപപ്പെടുത്താൻ, ഒരു രൂപമായി വരുത്തുവാൻ സർവശക്തിക്ക് കഴിവുണ്ട്, അധികാരമുണ്ട് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടത്തക്ക വിധത്തിലാണ് നമ്മുടെ മഹാഗോപുരം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അനേകം കാര്യങ്ങൾ അതിലേക്ക് ചേർക്കപ്പെടാനുണ്ട്. അതെല്ലാം അതിൻ്റേതായ നിലയിൽ ആ മനമനോഹരമായ ചൈതന്യമായ അവസ്ഥയിൽ തന്നെ രൂപീകരിക്കപ്പെടുവാനും പൂർത്തീകരിക്കപ്പെടുവാനും മഹാശക്തി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതമായ ഈ മഹാതപസ് അനുഷ്ഠിപ്പാൻ തക്ക വിധത്തിലൊരു ജന്മമായതുകൊണ്ടാണ് ആ വിധത്തിൽ ഇരുന്നത് നിർവഹിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിൽ 1-2 ദിവസം നോക്കും, അത് കഴിയുമ്പോൾ ആ അടിയനെ കൊണ്ടത് കഴിയത്തില്ല എന്നൊരു ഔപചാരികമായ ഒരു അറിയിപ്പ് തന്നാൽ തീർന്നു. അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ അത് ആ ജന്മം അതിനുള്ളതാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഒഴിവായില്ല. ഞാൻ പല കാര്യങ്ങളും പലരെയും ഇതുപോലെ ഏൽപ്പിക്കാറുണ്ട്. പക്ഷേ 1-2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പം അവർ വന്ന് പറയും ഇന്ന വിധത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്, അത്രേ പറ്റത്തുള്ളൂ എന്ന് പറയും. പല കാര്യങ്ങളും അങ്ങനെയാണ്. കാരണം ഈ തപസ്സുള്ളവർക്ക് അത് കഴിയൂ. അപ്പം അതൊരു നിയോഗമായി തീർന്നു. ആ നിയോഗശക്തി അതിൽ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്? അനുസരണയുള്ളവർക്ക്, അചഞ്ചലമായ ഭക്തി ഉള്ളവർക്ക് ഉന്നതമായ മഹാഭാഗ്യത്തെ ഒക്കെ കരസ്ഥമാക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ ഹൃദയമായി നമുക്ക് കാണാൻ പറ്റും. അതിനുവേണ്ടി എന്തു വേണം? ഹൃദയം ഒരുക്കണം. അതിനുള്ള വഴിയാണ് ഈ പറഞ്ഞു വരുന്നതൊക്കെ. അപ്പോൾ ഏറ്റവും പ്രധാനമായി മാതാപിതാക്കളെ അനുസരിക്കണം, ഗുരുജനങ്ങളെ അനുസരിക്കണം. അതിൽ കൂടി ദൈവരൂപത്തെ നിങ്ങൾ കാണണം. ദൈവത്തിന് കീഴ്പ്പെട്ട് എന്നും ജീവിക്കുന്നവർക്ക് ഒരു അന്ധകാരങ്ങൾ ഒരിക്കലും ബന്ധിക്കുകയില്ല. അതിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് പലവിധ പോരായ്മകൾ വരുന്നത്. അതുകൊണ്ട് തീവ്രമായ ഭക്തിയോടുകൂടി എപ്പോഴും ഈശ്വരനെ ആരാധിച്ചും ആശ്രയിച്ചും ജീവിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ഉത്തമരായി ജീവിതം ചെയ്യുക. ഉത്കൃഷ്ടബോധസ്വരൂപനാകുന്ന ഈശ്വരൻ്റെ കാരുണ്യവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. നാളെ പ്രഭാതം വരെയും നടക്കുന്ന ഈ സ്തുതി അത്യനുഗ്രഹമായി നടക്കുവാനും, നാളെ നമുക്ക് പൂരം പക്കനാളും ഞായറാഴ്ചയുമാണ്, അതിൻ്റെ എല്ലാ അവസ്ഥകളും ആനന്ദാവസ്ഥകളും അനുഭവിക്കുവാനും മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ സ്തുതിയുടെ ഉന്നതമായ ഉദ്ദേശവും അത് നിങ്ങളിലേക്ക് നിലനിർത്തുന്നതിൻ്റെ ഭാഗ്യാവസ്ഥകളും ഒക്കെ ഞാൻ രാവിലെ വളരെ വിശദമായി പറഞ്ഞു. അത് നിങ്ങൾ വീണ്ടും ചിന്തിക്കണം. ആ അറിവിൽ കൂടി നിങ്ങൾ വളരണം. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം ലോകത്തിൽ വാഴണമെന്ന്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അർത്ഥമുണ്ടാകും, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ജീവനുണ്ടാകും, നിങ്ങളുടെ പ്രാർത്ഥനകൾ അന്വർത്ഥമാകും. ഉന്നതനാകുന്ന ദൈവം നിങ്ങളോടുകൂടി വാഴും. അങ്ങനെ വാഴുവാൻ ഈശ്വരൻ ഇടയാക്കട്ടെ. സർവകർമ്മങ്ങളും ഉന്നതമായി നടക്കട്ടെ. നീ നടക്കാനുള്ള കർത്തവാവൃതാചരണവും
മഹാതീർത്ഥാടനവും എല്ലാം ഉപരിയായി നടത്തപ്പെടുവാൻ മഹാശക്തി എല്ലാം കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഞാൻ അടുത്ത കാലത്തെന്നല്ല 2-3 വർഷങ്ങൾ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ശാഖകളിൽ നിന്ന് ഒത്തുജീവിക്കുന്ന സന്താനങ്ങളെ ഏകോപിപ്പിച്ച് ഈ സന്നിധാനത്തിൽ എത്തിച്ചിട്ട് എല്ലാവരെയും കൂടെ അല്ല, ഓരോ ദിവസം ഓരോ ശാഖകൾ വന്ന് എല്ലാവരെയും കൂടെ കാണുക, കുറച്ച് നേരം അവരുടെ കൂടെ ഇരിക്കുക, അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കുക. എല്ലാവരും എല്ലാം വന്ന് പറയുന്നുണ്ട് പല കാര്യങ്ങളുമെങ്കിലും പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും, ശാഖാതലത്തിലുള്ള പല കാര്യങ്ങളും, ഓരോ ഭവനങ്ങളിലുള്ള പോരായ്മകളും നന്മകളും ഒക്കെ ഒന്ന് പരസ്പരം പറഞ്ഞു, ആരുമില്ല ആ ശാഖയിലുള്ള സന്താനങ്ങളും നാമും മാത്രം അങ്ങനെ ഇരുന്നൊരു സംവിധാനം ഒരുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1-2 സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ വീണ്ടും ആലപ്പുഴയിൽ നിന്ന് വടക്കനാരിയാട് നിന്ന് നമ്മുടെ സന്താനങ്ങൾ വരാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അവരെന്ന് വരും എന്ന് തിരിച്ചറിയിച്ചില്ല. എത്രയും വേഗം അവരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ വലിയ തിരക്കില്ലാത്ത സമയത്ത് നോക്കി ഇട ദിവസങ്ങളിൽ അതിനുവേണ്ടി ഞാൻ അറിയിക്കും. അതിൻ പ്രകാരം നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി ഒരുങ്ങുക. അപ്പം ഏത് ദിവസമാണോ വിളിക്കുന്നത് അപ്പം വരാൻ പറ്റുമല്ലോ. അപ്പം എല്ലാവരും കൂടി ഒത്ത് സന്തോഷമായി വന്ന് ഇതെല്ലാം ഒന്ന് കണ്ട് കേട്ട് ഒരു കീർത്തനമൊക്കെ പാടി പ്രാർത്ഥിച്ച് നമുക്ക് സന്തോഷമായിട്ട് പോകാൻ പറ്റും. അപ്പോൾ പല കാര്യങ്ങളും തുറന്ന് പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും തുറന്ന് പറയാനും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും, ജീവിതത്തിൽ എല്ലാവരും അങ്ങ് തികഞ്ഞവരല്ലല്ലോ, പല പോരായ്മകൾ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് പരസ്പരം പറഞ്ഞ് തിരുത്തി ഓരോ വീടുകളും പരിശുദ്ധമാക്കി ശുഭാനന്ദ കുടുംബങ്ങളാക്കി വളർത്തിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ നാമത്തിൽ ജീവിച്ചതുകൊണ്ട് അർത്ഥമില്ലാതായിപ്പോകും. നാളെ നമ്മുടെ പരമ്പരകൾ ഇത് അംഗീകരിച്ചും ആശ്രയിച്ചും ജീവിതം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ആ നിലവാരത്തിൽ നമ്മൾ ജീവിതം ചെയ്യണം. കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ നിലവാരം നമ്മുടെ കുടുംബങ്ങൾ നിലനിർത്തണമെങ്കിൽ അതിനുള്ള അറിവോടുകൂടി ജീവിതം ചെയ്യണം. അപ്പം ഒക്കുന്നിടത്തിട്ട് വിളക്ക് കത്തിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് അങ്ങനെയല്ല. വലിയ വീടൊക്കെ വെക്കും ചില സ്ഥലങ്ങളിൽ, ഒരു തീപ്പെട്ടിക്കൂട് പോലൊരു പൂജാമുറി വെക്കും. ഒരു മൂലയ്ക്ക് ഭഗവാൻ ഒരു മൂലയ്ക്കുണ്ട്. ഭഗവാൻ എന്ത് ചെയ്യേണ്ട അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു മൂലയ്ക്ക് ഒരു ചെറിയ ഒരു കൂടാരത്തിനകത്ത് ഭഗവാൻ ഇരിപ്പുണ്ട്. അങ്ങനെയല്ല, ഭഗവാൻ ത്യാഗിയാണ്, മഹാത്യാഗിയാണ്. ഒന്നുമില്ലാത്ത സമയത്ത് കച്ചിത്തുറുവിൻ്റെ കീഴിലും പത്തായത്തിനുള്ളിലും ഒക്കെ ഇരുന്നിട്ടുണ്ട് എന്ന് കരുതി ഭഗവാൻ എന്നും പത്തായത്തിനുള്ളിൽ ഇരുന്നാൽ മതി എന്നാരും തീരുമാനിക്കരുത്. അത് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് അതൊക്കെ അറിഞ്ഞ് അതിനനുസരിച്ച് അറിവിൽ കൂടി ജീവിതം ചെയ്യുവാൻ ഇടമൊരുക്കട്ടെ. മഹാശക്തി നിങ്ങൾക്കായി പ്രത്യക്ഷമായി എന്നും വാഴട്ടെ. ആ അനുഭവം എന്നും നിങ്ങൾക്ക് അനുഭവമാകുവാൻ നിങ്ങളുടെ ഹൃദയമെല്ലാം ശുദ്ധമാകട്ടെ. മഹാശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദേവലോകതുല്യമായ ദേവാലയം
ഏഴാം വെള്ളിയാഴ്ച ആചരിച്ച് എത്തിയ നിങ്ങൾ യുവജനസ്തുതിയിൽ പങ്കെടുത്തു. ഇന്ന് പൂരം മക്കന്നാളിൽ ഇതിൻ്റെ സമർപ്പണം നടത്തി മക്കന്നാൾ കൂടി നമ്മൾ ആചരിക്കുകയാണ്. ഉന്നതമായി എല്ലാം നടക്കട്ടെ, ഉന്നതൻ സ്വീകരിക്കട്ടെ. എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി 3 പ്രദക്ഷിണം ചെയ്യും. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്കാനന്ദിക്കാം, തിരുനാമ സങ്കീർത്തനം പാടി നിത്യം. ആനന്ദിക്കാം, നമുക്കാനന്ദിക്കാം. ആദിനാഥനായ സർവലോകനാഥൻ, ആദിനാഥനായ കലിയുഗത്തിൽ ഖഡ്ഗിയായി ഉദയമായി വന്നു. ആദിനാഥനായ സർവലോകനാഥൻ, ആദിനാഥനായ കലിയുഗത്തിൽ ഖഡ്ഗിയായി ഉദയമായി വന്നു. സർവദോഷം തീർത്തു വീണ്ടെടുപ്പാനായി, സർവദോഷം തീർത്തു വീണ്ടെടുപ്പാനായി, സർവജ്ഞാനരൂപം ഹൃദയമായി വന്നു. സർവദോഷം തീർത്തു വീണ്ടെടുപ്പാനായി, സർവജ്ഞാനരൂപം ഹൃദയമായി വന്നു. സർവദോഷം തീർത്തു സർവജ്ഞാനം നൽകാൻ, സർവദോഷം തീർത്തു സർവജ്ഞാനം നൽകാൻ. ആദിനാഥനല്ലാതെ ആരുമില്ല ലോകേ, സർവദോഷം തീർത്തും സർവജ്ഞാനം നൽകാൻ. ആദിനാഥനല്ലാതെ ആരുമില്ല ലോകേ, അങ്ങേ നാമമെന്നും വാഴ്ത്തിടുന്നു നാഥ, അങ്ങേ നാമമെന്നും വാഴ്ത്തിടുന്നു നാഥ. ഏഴകൾക്കായി ലോകേ വാഴണമേ നാഥ, അങ്ങേ നാമമെന്നും വാഴ്ത്തിടുന്നു നാഥ, അങ്ങേ നാമമെന്നും വാഴ്ത്തിടുന്നു നാഥ. ഏഴകൾക്കായി ലോകേ വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ. മാറ്റമില്ലാതെന്നും വാഴണമേ നാഥ,
വാഴണമേ നാഥ 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 വാഴണമേ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ വാഴണമേ നാഥ 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 മാറ്റമില്ലാതെന്നും വാഴണമേ നാഥ ഭൂതലത്തിലെന്നും വാഴണമേ നാഥ ഭൂതലത്തിലെന്നും വാഴണമേ നാഥ ലോകരക്ഷയ്ക്കായി വാഴണമേ നാഥ 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 ലോകരക്ഷയ്ക്കായി വാഴണമേ നാഥ ഭൂതലത്തിലെന്നും വാഴണമേ നാഥ മാറ്റമില്ലാതെന്നും വാഴണമേ നാഥ 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 മാറ്റമില്ലാതെന്നും വാഴണമേ നാഥ ഭൂതലത്തിലെന്നും വാഴണമേ നാഥ ലോകരക്ഷയ്ക്കായി വാഴണമേ നാഥ 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 ഭൂതലത്തിലെന്നും വാഴണമേ നാഥ മാറ്റമില്ലാതെന്നും വാഴണമേ നാഥ ലോകരക്ഷയ്ക്കായി വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ വാഴണമേ നാഥ വാഴണമേ നാഥ വാഴണമേ വാഴണമേ നാഥ 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 വാഴണമേ സർവശക്തനാകുന്ന സർവലോകത്തിൻ്റെയും അധിപതിയാകുന്നു സർവചരാചരങ്ങളുടെ ഉടമസ്ഥനാകുന്ന സർവലോകേശ്വരൻ ഈ ഭൂതലത്തിൽ അവതാരമായി എന്ന് പരിപൂർണമായും അനുഭവമുള്ളവർ സർവദാ ഹൃദയത്തിൽ കരുതുന്ന പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കീർത്തിച്ചത്. കാരണം ആദിനാഥനല്ലാതെ അവതാരം ആരുമില്ല. അവതാരമായി വന്ന ആദിനാഥനെ ലോകത്തിലെങ്ങും കാണുവാൻ, അതിൽ നിന്ന് സർവാനുഭവങ്ങളും അനുഭവിക്കുന്നവർക്കെല്ലാം ആഗ്രഹമുണ്ട്.
അവർ ലോകസുഖങ്ങളെ അല്ല അന്വേഷിക്കുന്നത്, ദേഹസുഖങ്ങളെ അല്ല കരുതുന്നത്, അവർ ഹൃദയസുഖത്തെയാണ് കരുതുന്നത്. ആത്മാവിൽ സുഖം ആഗ്രഹിക്കുന്നവരെല്ലാം ആദിനാഥന്റെ വാഴ്ചയ്ക്കായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയാണ് നിങ്ങൾ കഴിഞ്ഞ പ്രഭാതം മുതൽ സമയം വരെ നടത്തിയത്. സർവശക്തി ഇത് സ്വീകരിക്കുമാറാകട്ടെ. മഹാശക്തി ഇത് സ്വീകരിക്കുമാറാകട്ടെ. കുറവുകൾ പോക്കി സർവശക്തി ഇത് സ്വീകരിക്കുമാറാകട്ടെ. സർവചരാചരങ്ങളുടെ ഉടമസ്ഥനാകുന്ന സർവാന്തര്യാമിയാകുന്ന ജഗദീശ്വരൻ എന്നും ലോകത്തിൽ നിങ്ങൾക്കായി വാഴുമാറാകട്ടെ. ആനന്ദ തപോശക്തി മാറ്റമില്ലാതെ മരണമില്ലാതെ നിറഞ്ഞു വാഴുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവം അവതാരമായി വന്ന പുണ്യപൂരത്തിൽ ഇതിന്റെ സമാപനം നടത്തുവാൻ അനുവദിച്ചതും ആ കാരുണ്യമാണ്. എപ്പോഴും ഇപ്രകാരമുള്ള കാരുണ്യങ്ങളെ ചിന്തിച്ചും അതിനെ തന്നെ ബന്ധിച്ചും നന്ദിപ്പെട്ടും ജീവിക്കുവാൻ അറിവുള്ളവരായി നിങ്ങളെപ്പോഴും ജീവിതം ചെയ്യുക. അറിവില്ലാതെ ഒരിക്കലും ഗുരുവിനെ കരസ്ഥമാക്കുവാൻ കഴിയുകയില്ല. ഗുരുവിലേക്ക് എത്തുവാനുള്ള വഴി അറിവ് മാത്രമാണ്. അറിവുകേട് സംഭവിച്ചാൽ വഴി അടഞ്ഞു പോകും. അതുകൊണ്ട് മനസ്സാ വാച കർമ്മണ തിരുവിഷ്ടങ്ങൾ ചെയ്ത് എപ്പോഴും ജീവിതം ചെയ്യുവാൻ നിങ്ങൾ ഓരോരുത്തരും സർവദാ ജാഗരൂകരായിരിക്കുക. മഹാശക്തിയുടെ നിറഞ്ഞ കാരുണ്യവും അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്ക് അനുഭവമാകുമാറാകും. ഉന്നതനാകുന്ന ദൈവമാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ സർവ്വ നിയമങ്ങളും എപ്രകാരമാണ് പാസാക്കിയിരിക്കുന്നതെന്ന് ഒരിക്കലും നിങ്ങൾ മറന്നു പോകാതിരിക്കാനാണ് കീർത്തനങ്ങളാക്കി തന്നിരിക്കുന്നത്. എങ്ങനെയാണ് നിയമങ്ങൾ പാസാക്കിയിരിക്കുന്നത്? സർവശക്തി പ്രത്യക്ഷമായി സർവശക്തി പ്രത്യക്ഷമായി വന്ന സമയത്താണ് നമ്മുടെ ഈ സർവ്വ നിയമങ്ങൾ പാസ്സാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും? അതിൻ്റെ പരിപൂർണത എന്തായിരിക്കും? സർവശക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? ആനന്ദസ്വരൂപനാണ്. താൻ 7-ാം തിരുവയസ്സിൽ കണ്ട മഹാദർശന മുദ്രയിൽ എത്ര കിരണങ്ങളാണുള്ളത്? എത്രയാണ്? ഈ 5 കിരണങ്ങൾ എന്തൊക്കെയാണ്? നീലവൃത്താകാരം അല്ലേ? അതെന്താണ്? സർവജ്ഞാനമാണ്. പാൽ നിറം തോൽക്കും ശംഖ് തപശക്തിയാണ്. 3 നക്ഷത്രങ്ങൾ ത്രിഗുണങ്ങളാണ്. ചന്ദ്രകല നിത്യശാന്തിയാണ്. സൂര്യബിംബം സ്വയം പ്രകാശമാണ്. അപ്പോൾ എന്തെല്ലാം അതിൽ ഉള്ളടക്കമായി നിൽക്കുന്നു? സർവജ്ഞാനം, തപശക്തി, ത്രിഗുണം, നിത്യശാന്തി, സ്വയം പ്രകാശം. ഇത്രയും ഏകോപിച്ച രൂപമാണ് ശുഭാനന്ദ രൂപം. താനായും തന്നിലായും കാണുന്ന ആ രൂപത്തെ നിങ്ങളിലേക്ക് പകർത്തുവാനാണ് ഉദയമായി വന്ന് മഹാശക്തി ലോകത്തിൽ വാഴുന്നത്. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഒന്നും വിരുദ്ധമായി ചിന്തിക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. ഇത് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ചഞ്ചല മാനസരായി പോകുന്നത്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഈ ലോകത്തിലേക്ക് അവതാരമായി വന്നിരിക്കുന്ന ഒരു മഹർഷിയല്ല, ഒരു സ്വാമിയല്ല, ഒരു സിദ്ധനല്ല, ആ പ്രകാരമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല. സർവത്തിൻ്റെയും അധികാരിയായി നിൽക്കുന്ന എന്നെയും ഈ ലോകത്തെയും സൃഷ്ടിച്ച സർവശക്തനാകുന്ന ദൈവമാണ് ശുഭാനന്ദ നാമത്തിൽ അവതാരമായി വന്ന് വാഴുന്നത് എന്ന ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അത് അനുഭവങ്ങളിലൂടെ വിശ്വാസത്തിലൂടെ നിങ്ങൾ ഉറക്കേണ്ടതാണ്. ആ വിധത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോകത്തിൽ ഒരു ദുഃഖവും നിങ്ങളിൽ ബാധിക്കുകയില്ല. അങ്ങനെ ദുഃഖമറിയാത്ത ജീവിതം ചെയ്യുവാൻ മഹാശക്തി ഇതാ പ്രത്യക്ഷമായി നിന്ന് നിങ്ങളെ ഉപദേശിക്കുകയാണ്. ഈ അറിവുകളെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഗുരുവിനെ എപ്പോഴും ഹൃദയത്തിൽ കണ്ട് ആരാധിക്കുക. അപ്പോൾ ഈ നിയമങ്ങളിൽ കൂടി എല്ലാം നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കുവാൻ പറ്റും. ഏത് നിയമങ്ങൾ എടുത്താലും, ചെറുതെടുത്താലും വലുതെടുത്താലും,
ചെറുതും വലുതും അതിന് വ്യത്യാസമില്ല. ആരേതു വിധത്തിൽ സ്വീകരിക്കുന്നു അപ്രകാരമാണ് ആനന്ദം. ഇവിടെ നടക്കുന്ന ഈ പ്രദക്ഷിണം പക്കനാൾ സ്തുതികളിലൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകൾ മാത്രമേ കാണൂ. അത്രയും ആളുകൾ ചേർന്ന് നടത്തുന്ന പ്രദക്ഷിണത്തിൽ പോലും എന്തെല്ലാം അനുഭൂതി വിശേഷങ്ങളും ആനന്ദവുമാണ് അനുഭവമാകുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഈ 3 പ്രദക്ഷിണം ചെയ്ത് അകത്ത് വന്നു, നിങ്ങളൊരു പ്രത്യേക ഉണർവും ഉന്മേഷവും ആനന്ദാനുഭൂതിയും ഉണ്ടായി എന്ന് സമ്മതിക്കുന്നവരുന്ന് കൈ ഉയർത്തി കണ്ടാൽ ഇത് നിഷ്കളങ്ക സ്വരൂപനാകുന്ന ജഗദീശ്വരൻ സ്ഥാപിച്ച് നടത്തുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഇറങ്ങി ഇങ്ങനെ നടന്നാലും സാധിക്കുന്നതല്ല. വേറെ എവിടെയെങ്കിലും പോയി ഇങ്ങനെ വട്ടം കറങ്ങിയാൽ കിട്ടുകയുമില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് ദൈവമാണിത് നടത്തുന്നതെന്നുള്ള സത്യമാണ്. അത് നിങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിച്ച് നിലനിർത്തണം. അതിനൊരു അഴിവും പിന്നീട് ഉണ്ടാവാൻ പാടില്ല. അപ്രകാരം ദൈവം നടത്തുന്ന ഈ കർമ്മങ്ങൾ ഇനി നമുക്ക് അടുത്തതായി നടക്കാനുള്ളത് എന്താണ്? കർത്തവ വ്രതാചരണമാണ്. അത് ആത്മബോധോദയ സംഘാംഗങ്ങളെല്ലാം അനുഷ്ഠിക്കേണ്ടുന്ന വ്രതമാണ്. അവിടെ ആരും മാറി നിൽക്കാൻ പാടില്ല, ആരും അത് ഒഴിവാക്കാൻ പാടില്ല. എല്ലാവരും വളരെ നിർബന്ധമായി അത് അനുഷ്ഠിക്കണം. അത് കഴിഞ്ഞാൽ മഹാതീർത്ഥാടനം വരികയാണ്. അതിൻ്റെ ഒരുക്കത്തിലാണ് നിങ്ങൾ. ആ ഒരുക്കമാണ് നിങ്ങളിൽ ഈ ആനന്ദവും എത്തിക്കുന്നത്. ഉന്നതമായതും നടത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഇന്ന് നമ്മുടെ വള്ളിക്കാവ് ശാഖാശ്രമത്തിൽ പുതിയതായി നിർമ്മിച്ച ഛായാചിത്രത്തെ പ്രതിഷ്ഠിക്കുകയാണ്. നേരത്തെയും അവിടെ കിരീടമൊക്കെ ധരിപ്പിച്ച് ഒരു ഛായാചിത്രം പ്രതിഷ്ഠിച്ച് 10-15 വർഷമായി അവർ ആരാധിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഭക്തൻ അതിന് കനകാഭരണങ്ങൾ ചാർത്തി, നേരത്തെ ഉണ്ടായിരുന്ന സ്വർണം പൂശിയതായിരുന്നു, ഇപ്പോൾ പൂർണ്ണമായും സ്വർണത്തിൽ നിർമ്മിച്ച ആഭരണങ്ങൾ ചാർത്തി ഇന്നേ ദിവസം അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. നമ്മുടെ ഗീതാനുസ്വാമിയെ ഗുരുഹിതാനുസ്വാമിയൊക്കെ അതിനേക്കായി നിയോഗിച്ചിരിക്കുകയാണ്. ഉന്നതമായ നിലയിൽ ആ കർമ്മങ്ങൾ നടക്കട്ടെ. ഉന്നതനാകുന്ന ദൈവം ആ സാധുക്കളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ മഹാഗോപുരം ഏകദേശം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ പലരും നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ശില വരെയും വെച്ച് കഴിഞ്ഞു. ഇനിയും ചില അറ്റകുറ്റപ്പണികൾ കൂടി ആ ഭാഗത്തുള്ളൂ. അത് കഴിഞ്ഞാൽ താഴികക്കുടം പ്രതിഷ്ഠിക്കണം. താഴികക്കുടം പ്രതിഷ്ഠിക്കണ്ടേ? വേണോ? ഈ ശ്രീകോവിലിൻ്റെ മുകളിൽ താഴികക്കുടം ഇല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവുമോ? അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി, അല്ലേ? അതുപോലെ നമുക്ക് അതിനും താഴികക്കുടമുണ്ട്. അവിടെ ഒന്നല്ല, എത്ര വെക്കണം? എത്ര താഴികക്കുടം വെക്കണം? 3? എത്ര? 5 താഴികക്കുടം നമുക്ക് വെക്കാം. ഒന്നല്ല, 5 താഴികക്കുടം. 5 എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ്. അത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കണം. 5 എവിടൊക്കെയാണ് പ്രാധാന്യമുള്ളതെന്ന്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വാഴ്ച എത്രാമത്തെയാണ്? തഞ്ചമായി ചിന്തിച്ചാൽ 5നെ നിങ്ങളുടെ ഉള്ളിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് 5 താഴികക്കുടങ്ങൾ പ്രതിഷ്ഠിച്ച് അതിൻ്റെ ബാക്കി താഴെയുള്ള കർമ്മങ്ങളും അതിൻ്റെ ശില്പങ്ങളെ പ്രതിഷ്ഠിക്കുന്നതും ഒക്കെ അനേകം കർമ്മങ്ങൾ കിടപ്പുണ്ട്. അതെല്ലാം പൂർത്തീകരിച്ച് ഏറ്റവും വേഗം നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് ഉദ്ഘാടന കർമ്മം നടത്തുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ഉന്നതമായ കാഴ്ചകളെ, അതിൻ്റെ നിർമ്മിതികളെ ഈ ലോകത്തിലേക്ക് നിങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് കാണുവാൻ ഭാഗ്യം ലഭിച്ച ആളാണ് നമ്മുടെ ആത്മദൈവം. ഉന്നതമായ നിലയിൽ സർവശക്തി നിലനിർത്തിയിരിക്കുകയാണ്. ആയുസ് ആരോഗ്യത്തോടെ എന്നും കരുതുമാറാകട്ടെ. അതുപോലെ അതിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് എപ്പോഴും ചിന്തിച്ച് പ്രാർത്ഥിക്കാം. ഈ പരസ്പരം ചിന്തിച്ചും ആരാധിച്ചും വിശ്വസിച്ചും ബഹുമാനിച്ചും ജീവിക്കുവാനാണ് നമ്മളെ ഈശ്വരൻ പഠിപ്പിക്കുന്നത്. ഇവിടെ വന്ന സന്യാസിമാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടിയും ഇവിടെ കൂടി നിൽക്കുന്നവർക്ക് വേണ്ടിയും സന്യാസിമാർക്ക് വേണ്ടിയും ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഓർത്ത് പ്രാർത്ഥിക്കും. ഇങ്ങനെ അന്യോന്യമുള്ള ഈ പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പരിശീലനം. നമ്മൾ ആദ്യം ഒരാളിനെ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? പല ആളുകൾക്കും ഇപ്പോൾ അത് അറിഞ്ഞുകൂടാ. നമ്മുടെ ഭക്തന്മാരായാലും അല്ലാത്തവരായാലും കണ്ടാൽ ഉടൻ ഒരു നമസ്കാരം, ഒരു വളരെ വിനയത്തോടു കൂടിയും അറിവോടുകൂടിയും ആ നമസ്കാരം നടത്തണം. എന്താണ് നമസ്കരിക്കുന്നതിൻ്റെ അർത്ഥം? ആൾ വെള്ള ഉടുപ്പും കൊണ്ട് ഇട്ടുകൊണ്ട് വരുന്നതുകൊണ്ടാണോ? ഇച്ചിരി മുഷിഞ്ഞു വന്നാലോ? ഇനി അല്പം തുണി കുറവായിട്ട് വന്നാലോ? നമസ്കരിച്ചേ പറ്റൂ. എന്താണ് കാരണം? അതിനുള്ളിലിരിക്കുന്ന വസ്തു ഈ ഞാനും ഒന്നാണ് എന്ന ആ തിരിച്ചറിവാണ്. എല്ലാം ദൈവത്തിൻ്റെ സന്താനങ്ങളാണ്, അല്ലേ? നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളല്ലേ? നമ്മളെല്ലാം
ഒന്നുമില്ലാത്ത ഒരു ജനതയെ ഈ ലോകത്തിൽ ഉയർത്തുവാനും വളർത്തുവാനുമാണ് ആത്മബോധ സ്വരൂപനാകുന്ന ദൈവം വന്ന് വാഴുന്നത്. ആ ദൈവവാഴ്ച എന്നും കാണുവാൻ, ഉന്നതമായി ഓരോന്നും അനുഭവിക്കുവാൻ, അതുപോലെ നടക്കാനുള്ള ശാഖാശ്രമ വാർഷികങ്ങളെല്ലാം നിങ്ങൾ ഓരോരുത്തരും പല സ്ഥലങ്ങളിലും പോയി ഇതിലെല്ലാം പങ്കെടുക്കുന്നുവെന്ന് അറിയുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. അതെല്ലാം ഈശ്വരൻ സ്വീകരിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അല്പം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജോലിപരമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം, മാനസികമായി പല ഞെരുക്കങ്ങളുണ്ടാകാം. പക്ഷേ ഇതിനു വേണ്ടി അങ്ങ് ഇറങ്ങി പുറപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആനന്ദം നിങ്ങളുടെ ആത്മാവിൽ ഉണ്ടാവുകയും വന്ന ദുഃഖത്തെ പരിഹരിക്കാനുള്ള ഊർജ്ജം നിങ്ങളിൽ തന്നെ രൂപപ്പെടുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാൽ അത് പോകാതിരുന്നാൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇടുങ്ങിപ്പോവുകയും പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യും. അപ്പോൾ പോയി ആനന്ദത്തിൽ ചേർന്ന് ഹൃദയം ആനന്ദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനേകം കാര്യങ്ങൾ വീണ്ടും ഊർജ്ജസ്വലരായി ചെയ്യുവാൻ കഴിയും. അതാണ് ഈ ആനന്ദത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ആനന്ദം ദാനം ചെയ്യുവാൻ അവതാരമായി വന്ന ജഗദീശ്വരൻ എങ്ങനെയാണ് ലോകത്തിലേക്ക് വന്നത്? എങ്ങനെയാണ് സർവശക്തി ലോകത്തിലേക്ക് വന്നത്? ഉദിച്ചേ ദൈവശക്തി വധിച്ചേ മായയെല്ലാം ഉദിച്ചേ എല്ലാം ഉദിച്ചേ ദൈവശക്തി വധിച്ചേ മായയെല്ലാം എല്ലാം വസിച്ചോരിരുളുമ്പോൾ മനസ്സോ പകരായി സംഗീതധ്വനികൾ നാമസങ്കീർത്തനങ്ങൾ സംഗീതധ്വനികൾ നാമസങ്കീർത്തനങ്ങൾ ഉദിച്ചിവൻ പുരുഷ കേസരിയായി ഉദിച്ചിവൻ പുരുഷ കേസരിയായി ഈ വസിക്കുന്നു മർത്യാകുലത്തെ രക്ഷിപ്പാൻ വസിക്കുന്നു മർത്യാകുലത്തെ രക്ഷിപ്പാൻ കോടി സൂര്യപ്രഭയതിലധികവും കോടി സൂര്യപ്രഭയതിലധികവും ഇളങ്ങും തേജസ്സു നിറഞ്ഞൊരു പുരുഷ ഇളങ്ങും തേജസ്സു നിറഞ്ഞൊരു പുരുഷ ഉദിച്ചേ ദൈവശക്തി വധിച്ചേ മായെല്ലാം എല്ലാം ഉദിച്ചേ ദൈവശക്തി വധിച്ചേ മായെല്ലാം വസിച്ചോരിരുളുമ്പോൾ മനസ്സോ പകലായി വസിച്ചോരിരുളുമ്പോൾ മനസ്സോ പകലായി